പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഇന്ത്യൻ ജിയോഗ്രഫിയാണ്. ഓക്കെ, അപ്പോൾ കേരള ജിയോഗ്രഫി നമ്മൾ തീർത്ത് വെച്ചിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ അതൊരു ഓർഡറിൽ കണ്ടുവരിക. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇന്ത്യൻ ജിയോഗ്രഫിയുടെ ക്ലാസ് ആണ് ഇന്ന് എടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇന്ത്യൻ ജിയോഗ്രഫിയുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ PSC ചോദിക്കാറുള്ളത് നമ്മുടെ 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള ടെക്സ്റ്റ് ബുക്കിലെ ഭാഗങ്ങളും ഇന്ത്യൻ ജിയോഗ്രഫിയുമായി ബന്ധപ്പെട്ട ഭാഗങ്ങളും അതുകൂടാതെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട് അല്ലെ, ഇപ്പൊ മാറിയ പാഠപുസ്തകത്തിൽ നിന്നുള്ള ചോദ്യങ്ങൾ വരെയും ചോദിക്കുന്നുണ്ട്. ഇതിന്റെ കൂടെ തന്നെ നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും ചെയ്യണം. പിന്നെ ചെയ്യാനുള്ളത് നമുക്ക് +1 +2 ടെക്സ്റ്റ് ബുക്കിൽ നിന്നുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസിലെ ഈ ഇന്ത്യൻ ജിയോഗ്രഫിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാറുണ്ട്, കണ്ടുവരാറുണ്ട്. അപ്പോൾ ഈ 10th ലെവൽ എക്സാമിന് പോലും എന്ത് ചെയ്യുന്നുണ്ട്, അവർ +1 +2 ടെക്സ്റ്റ് ബുക്കിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ എടുക്കാറുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, അതും കൂടി നോക്കി പോകണം. ഓക്കെ, അപ്പോൾ അത്യാവശ്യം ധാരാളം പഠിക്കാനുണ്ട് ഈ ഒരു ഇന്ത്യൻ ജിയോഗ്രഫി എന്ന് പറഞ്ഞത്. നമുക്ക് എന്ത് ചെയ്യാം, ഓരോ ദിവസം കുറേശ്ശായിട്ട് ക്ലാസ് എടുത്തു പോകാം. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം. ഓക്കെ, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഇന്ത്യൻ ഭൂപ്രകൃതിയുമായി ബന്ധപ്പെട്ട ഭാഗങ്ങളാണ് കേട്ടോ. അപ്പൊ അതിനു മുമ്പ് നമ്മുടെ ഇന്ത്യൻ ഭൂപ്രകൃതിയുമായി ബന്ധപ്പെട്ട് നമ്മൾ ആദ്യം പഠിക്കേണ്ടതിലെ ഇന്ത്യയുടെ ഒരു മാപ്പ് നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. ഓക്കെ, നമുക്ക് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളും എവിടേക്കാണെന്ന് അറിഞ്ഞിട്ടില്ലെങ്കിലും ജസ്റ്റ് അല്ലെ ആ ഒരു അതിർത്തിയിലൊക്കെ കിടക്കുന്ന എല്ലാ സംസ്ഥാനങ്ങളെ കുറിച്ചിട്ടൊക്കെ ഒരു ഐഡിയ ഉണ്ടായിരിക്കണം. അതുപോലെ നമ്മുടെ അയൽ രാജ്യങ്ങളെ കുറിച്ചിട്ടും എന്താണ് നമുക്കൊരു പിക്ചറൈസേഷൻ നമുക്ക് ഉണ്ടായിരിക്കണം. അപ്പൊ ഏറ്റവും നല്ലത് നിങ്ങൾക്ക് ചെറിയൊരു ഇന്ത്യയുടെ മാപ്പ് കിട്ടുകയാണെങ്കിൽ നിങ്ങൾ പഠിക്കുന്ന ഭാഗത്ത് എന്ത് ചെയ്യാം, ഒട്ടിച്ചു വെക്കുന്നത് ഏറ്റവും നല്ലതായിരിക്കും. നമുക്ക് ഇന്ത്യൻ ജിയോഗ്രഫിയുമായി ബന്ധപ്പെട്ടിട്ട് പല കാര്യങ്ങളും പറയുമ്പോഴും നമുക്ക് എന്ത് ചെയ്യാം, അതൊന്ന് കണക്ട് ചെയ്തിട്ട് നമുക്കൊരു മനസ്സിലൊരു പിക്ചറൈസേഷൻ കൊണ്ടുവരാനായിട്ട് അത് സഹായിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഇന്ത്യയുടെ ഒരു മാപ്പ് എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം ഏറ്റവും മുകൾ ഭാഗത്തായിട്ട് കാണുന്നല്ലേ നമ്മുടെ വടക്ക് ഭാഗത്തിലെ ആരുണ്ട്, ജമ്മു കാശ്മീരിലെ. നമുക്കറിയാം ഇപ്പൊ ജമ്മു കാശ്മീർ എന്തെല്ലാം ഒരു സംസ്ഥാനമല്ലല്ലേ, അതെന്തായി മാറി, രണ്ടായിട്ട് വിഭജിച്ചിട്ട് കേന്ദ്രഭരണ പ്രദേശമായി മാറിയിട്ടുണ്ടല്ലേ. അപ്പൊ ഇവിടെ ഇപ്പൊ മുകളിൽ ആരാണുള്ളത്, ലഡാക്ക് ആണല്ലേ. ലഡാക്ക് ഉണ്ട്, തൊട്ട് താഴെയാണ് നമ്മുടെ ജമ്മു കാശ്മീർ ഉള്ളത്. ഓക്കെ, അപ്പൊ ജമ്മു കാശ്മീർ രണ്ടായിട്ട് വിഭജിച്ചതാണ് എന്തൊക്കെ, ലഡാക്കും അതുപോലെ ജമ്മു കാശ്മീരും. ഓക്കെ, അടുത്തല്ലേ അവിടുന്ന് താഴോട്ട് വന്നു കഴിഞ്ഞാൽ ഹിമാചൽ പ്രദേശ് ഉണ്ട്, പിന്നീട് എന്തുണ്ട്, നമ്മുടെ പഞ്ചാബ് ഉണ്ട് അല്ലെ. ഈ സൈഡിലാണ് നമ്മുടെ അല്ലെ വടക്ക്, ഈ താഴോട്ട് വരുമ്പോഴാണ് ഇവിടെയാണ് പഞ്ചാബ് വരുന്നത്. പിന്നെ വടക്ക് പടിഞ്ഞാറോട്ട് പോകുമ്പോൾ നമ്മൾ ഏറ്റവും ആദ്യം അറിഞ്ഞിരിക്കേണ്ടതാണ് വടക്കും തെക്കും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, പക്ഷെ പടിഞ്ഞാറ് ഏത് ഭാഗത്താണെന്ന് അറിയാത്തവർ പലരും ഉണ്ടാവും. അപ്പൊ അതും കൂടി ഓർത്ത് വെക്കുക, പടിഞ്ഞാറ് ഈ ഭാഗത്താണ് കേട്ടോ, കിഴക്ക് ആ സൈഡിലാണ്. അതും കൂടി നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഇപ്പൊ വടക്ക് നിന്നല്ലേ നമ്മുടെ പടിഞ്ഞാറോട്ട് പോകുമ്പോഴേക്കില്ലേ ഇവിടെ പഞ്ചാബ് വരുന്നുണ്ട്, രാജസ്ഥാൻ വരുന്നുണ്ട്, പിന്നെ ആര് വരുന്നുണ്ട്, നമ്മുടെ ഗുജറാത്ത് വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ രാജസ്ഥാനൊക്കെ എവിടെയാ വരുന്നത് കറക്റ്റ് ഓർത്ത് വെക്കുക. അതുപോലെ പഞ്ചാബ്, പിന്നെ ഇവിടെയാണ് ഹിമാചൽ പ്രദേശ്. പിന്നെ നമ്മൾ താഴോട്ട് വന്നു കഴിഞ്ഞാലേ, ഗുജറാത്തിൽ നിന്ന് താഴോട്ട് വന്നു കഴിഞ്ഞാലേ നമ്മുടെ തെക്കൻ ഭാഗത്തോട്ട് വരുമ്പോ പിന്നെ എന്തൊക്കെയാ കാണുന്നത് അല്ലെ, ഇവിടുന്ന് നേരെ ഗുജറാത്തിൽ നിന്ന് നേരെ എങ്ങോട്ടേക്കാ പോകുന്നത് അല്ലെ, മഹാരാഷ്ട്ര വരുന്നുണ്ട് ഇവിടെ. പിന്നീട് ഇവിടെ എന്തുണ്ട്, ഇവിടെ ഒരു ചെറിയ സംസ്ഥാനം കാണുന്നുണ്ടല്ലേ, നമ്മുടെ ഗോവയുണ്ടല്ലേ. ഗോവയുണ്ട് ഇവിടെ. അവിടെ നിന്ന് ഇങ്ങോട്ടല്ലേ കർണാടക വരുന്നുണ്ട്. പിന്നെ നമ്മുടെ ആര് വരുന്നുണ്ട്, നമ്മുടെ സ്വന്തം കേരളവും എവിടെ വരുന്നുണ്ട്, ഏറ്റവും തെക്കേ അറ്റത്തായിട്ട് ഇങ്ങനെ കേരളവും കാണപ്പെടുന്നുണ്ട് അല്ലേ. പിന്നെ ആരാണ് ഇവിടെ ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞാലല്ലേ, ഈ ഭാഗത്തോട്ട് തമിഴ്നാടാണ്. പിന്നെ അതിന്റെ മുകളിലോട്ട് ആന്ധ്രാപ്രദേശ് വരുന്നുണ്ട്. പിന്നല്ലേ ഒഡീഷ വരുന്നുണ്ട്, അതുപോലെ പശ്ചിമ ബംഗാൾ വരുന്നുണ്ട്. പിന്നല്ലേ നമ്മുടെ കിഴക്കൻ സംസ്ഥാനങ്ങളാണ്, അങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞാൽ ഏതൊക്കെ വരുന്നുണ്ട്, നമ്മുടെ ത്രിപുര വരുന്നുണ്ട്, മേഘാലയ, മിസോറാം, മണിപ്പൂര്, നാഗാലാൻഡ്, അരുണാചൽ പ്രദേശ്, സിക്കിമിലെ അങ്ങനെ എന്ത് വരുന്നുണ്ട്, നമ്മുടെ കിഴക്കൻ സംസ്ഥാനങ്ങൾ വരുന്നുണ്ട് അല്ലെ. നമ്മുടെ സഹോദരിമാരാണ് ഈ 7 സംസ്ഥാനങ്ങൾ എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ മുകളിലോട്ട് പോകുമ്പോൾ നമ്മുടെ ബീഹാർ വരുന്നുണ്ട് ഈ തെറ്റത്തായിട്ട്. പിന്നീട് ആരാണ് ഇവിടെ, ഉത്തർപ്രദേശാണ് ഇവിടെ കാണപ്പെടുന്നത് അല്ലെ, ഉത്തർപ്രദേശാണിത്. അതിന് തൊട്ട് മുകളിലാണ് ഉത്തരാഖണ്ഡ് ഉള്ളത് അല്ലെ. പിന്നെ നമ്മൾ ഹിമാചൽ പ്രദേശ് പറഞ്ഞു. ഓക്കെ, അപ്പൊ നമുക്ക് എന്താണ് ഈ ഒരു സംസ്ഥാനങ്ങൾ എവിടേക്കാന്നുള്ളതിനെ പറ്റിയിട്ട് ഒരു ചെറിയൊരു ഐഡിയ ഉണ്ടായിരിക്കണം. ഓക്കെ, ക്ലിയർ അല്ലേ. ഇനി അതുപോലെ തന്നെയാണ് നമുക്കറിയാം അല്ലെ, നമ്മുടെ അയൽ രാജ്യങ്ങൾ ഏതൊക്കെയാന്നുള്ളതും നിങ്ങൾ എന്ത് ചെയ്യണം, പഠിച്ചിരിക്കണം. അത് ഏതൊക്കെ ഭാഗത്താണെന്നും കൂടി നിങ്ങൾക്ക് മനസ്സിലൊരു പിക്ചറൈസേഷൻ ഉണ്ടായിരിക്കണം. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം അല്ലെ, നമ്മുടെ പാകിസ്ഥാൻ ആണല്ലേ ഈ ഒരു വടക്ക് പടിഞ്ഞാറ് ഭാഗത്തായിട്ട് കാണപ്പെടുന്നതാണ് ആര്, പാകിസ്ഥാൻ എന്ന് പറയുന്നത് അല്ലെ. നമ്മുടെ വടക്ക് പടിഞ്ഞാറായിട്ടാണ് ആര് കാണുന്നത്, പാകിസ്ഥാൻ കാണുന്നത് അല്ലെ. ഇവിടെ ആയിട്ടില്ല അഫ്ഗാനിസ്ഥാന്റെ കുറച്ച് ഭാഗങ്ങൾ എന്തുണ്ട്, ഈ ഒരു ഭാഗത്തായിട്ടുണ്ട് അല്ലെ. അഫ്ഗാനിസ്ഥാന്റെ കുറച്ച് ഭാഗങ്ങൾ എവിടെയുണ്ട്, ഈ ഒരു സൈഡിലായിട്ട് വരുന്നുണ്ട്. ക്ലിയർ അല്ലേ. പിന്നെ ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെയാണ് അല്ലെ നീണ്ട് നിവർന്ന് കിടക്കുന്നത് ആരാണ്, നമ്മുടെ ചൈനയാണ് അല്ലെ. ഇവിടെ നിന്ന് അങ്ങോട്ട് ആരാണ്, ചൈനയാണ്. പിന്നെ അല്ലേ അതിന് തൊട്ട് താഴെയായിട്ട് ഇവിടെ ആര് കിടക്കുന്നുണ്ട്, നമ്മുടെ നേപ്പാൾ ഉണ്ട്. ഓക്കെ, നേപ്പാൾ ഉണ്ട്. പിന്നെ അല്ലേ നമ്മുടെ സിക്കിമിന്റെ തൊട്ടപ്പുറത്തായിട്ടാണ് ആര് കിടക്കുന്നത്, നമ്മുടെ ഭൂട്ടാൻ ഉള്ളത്. ഓക്കെ, അപ്പൊ ഭൂട്ടാൻ എവിടെയാണ്, ഈ ഒരു ഭാഗത്താണ് ഭൂട്ടാൻ കാണുന്നത്. പിന്നെ അതിന്റെ തൊട്ട് താഴെ ഇല്ലേ ഇങ്ങനെ ഇടുങ്ങിയ ഈ ഇതിന്റെ ഉള്ളിലാണ് ആര് കിടക്കുന്നത്, നമ്മുടെ ബംഗ്ലാദേശ് കിടക്കുന്നത്. ഓക്കെ, ബംഗ്ലാദേശ് കിടക്കുന്നത്. ചുറ്റും മറ്റും നമ്മുടെ ഇന്ത്യൻ സംസ്ഥാനങ്ങളാണ്, ഒരു ഭാഗത്ത് മാത്രമേ എന്തുള്ളൂ, സമുദ്രമുള്ളൂ. അതും കൂടി ഒന്ന് ഓർത്ത് വെക്കുക. ഇവിടെ ആരാണ്, ബംഗ്ലാദേശ് ആണ്. പിന്നല്ലേ ഈ ഒരു കിഴക്കേ തറ്റത്തായിട്ടുള്ള നമ്മുടെ ഒരു അതിർത്തി അയൽ രാജ്യമാണ് ആര്,
നമ്മുടെ മ്യാൻമാർ എന്ന് പറയുന്നത്. ആരാണ്? മ്യാൻമാർ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഇത്രയും നമ്മുടെ രാജ്യങ്ങളെ പറ്റിയിട്ട് എന്ത് ചെയ്യണം? നിങ്ങൾക്ക് ഒരു ഐഡിയ ഉണ്ടായിരിക്കണം നമ്മുടെ അയൽ രാജ്യങ്ങളെ പറ്റിയിട്ട്. ഓക്കെ, അപ്പൊ ഇവിടെ ആരാണ്? നമ്മുടെ വടക്ക് പടിഞ്ഞാറായിട്ട് പാകിസ്ഥാൻ ഉണ്ട്. ഓക്കെ, പാകിസ്ഥാൻ ഉണ്ട്. പിന്നെ അതിന്റെ മുകളിലായിട്ട് അഫ്ഗാനിസ്ഥാന്റെ കുറച്ച് ഭാഗങ്ങളുണ്ട്. പിന്നെ ഇവിടെ ചൈനയുണ്ട്. പിന്നെ അവിടെ തൊട്ട് താഴെയായിട്ട് നേപ്പാൾ ഉണ്ട്. പിന്നെ ആരാണ്? ഭൂട്ടാന്, ബംഗ്ലാദേശ്, മ്യാൻമാർ അല്ലെ. ഇത്രയും രാജ്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം. അതുപോലെ തൊട്ട് താഴെ നമ്മുടെ സമുദ്രത്തിലായിട്ട് ആര് കിടക്കുന്നുണ്ട്? ഇന്ത്യൻ സമുദ്രവുമായി ബന്ധപ്പെട്ട് എടുത്തിട്ട് ആര് കിടക്കുന്നുണ്ട്? ശ്രീലങ്കയും കൂടി കിടക്കുന്നുണ്ടെന്നും കൂടി ഓർത്ത് വെക്കാം. ഓക്കെ, അതുപോലെ തന്നെ പ്രധാനമാണ് അല്ലെ നമ്മുടെ രണ്ട് സൈഡിലും ഇന്ത്യയുടെ കിഴക്ക് ഭാഗത്തും പടിഞ്ഞാറ് ഭാഗത്തും ആരുണ്ട്? രണ്ട് സമുദ്രങ്ങളുണ്ട് അല്ലെ. നമ്മുടെ അറബിക്കടലും ഉണ്ട്, അതുപോലെ ബംഗാൾ ഉൾക്കടലും ഉണ്ട്. നമുക്കറിയാലേ നമ്മുടെ അറബിക്കടൽ എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിന്റെ പടിഞ്ഞാറ് അറ്റത്തും ആരാണ്? നമ്മുടെ അറബിക്കടലാണെന്ന് പറയുന്നത് അല്ലെ. അതുപോലെ തന്നെ അല്ലെ നമ്മുടെ ഇന്ത്യയുടെ പടിഞ്ഞാറൻ ഭാഗത്തിൽ കാണപ്പെടുന്ന സമുദ്രം ഏതാണ്? അറബിക്കടലാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ലക്ഷദ്വീപ് സമൂഹമൊക്കെ കാണപ്പെടുന്നത് എവിടെയാണ്? ഏത് കടലിലാണ്? അറബിക്കടലിലാണ് അല്ലെ. നമുക്കറിയാം നമ്മുടെ കേരളത്തിന്റെ പടിഞ്ഞാറ് അറ്റത്താണ് എന്ത് കാണുന്നത്? ലക്ഷദ്വീപ് കാണുന്നത് അല്ലെ. ഇതെന്താണ്? ഇതൊരു ദ്വീപ സമൂഹമാണ് അല്ലെ. എന്താണ്? അതൊരു ദ്വീപ സമൂഹമാണ്, ഇത് ദ്വീപാണ് അല്ലെ. അത് ഏത് കടലിലാണ് കാണപ്പെടുന്നത് ചോദിച്ചാൽ എവിടെയാണ്? അറബിക്കടലിലാണ്. അപ്പൊ അറബിക്കടൽ എവിടെയാണെന്നുള്ള ഒരു ഐഡിയ ഉണ്ടാകണം. അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഇതൊക്കെ പറഞ്ഞു തരുന്നത്. ക്ലിയർ അല്ലേ? ഇനി അടുത്തത് ബംഗാൾ ഉൾക്കടലിലെ നമ്മുടെ കിഴക്കൻ ഭാഗത്താണ് ആര് കാണപ്പെടുന്നത്? ബംഗാൾ ഉൾക്കടൽ കാണപ്പെടുന്നത് അല്ലെ. ഇവിടെയും ഉണ്ട് ഒരു ദ്വീപ്. അത് ഏതാണ്? അതാണ് ഏത്? ആൻഡമാൻ നിക്കോബാറിൽ ഇവിടെ എഴുതിയിട്ടുണ്ട്, ആൻഡമാൻ നിക്കോബാർ ദ്വീപ സമൂഹം അല്ലെ. അപ്പൊ അത് എവിടെയാണ് കാണപ്പെടുന്നത് ചോദിച്ചാൽ എവിടെയാണ്? ബംഗാൾ ഉൾക്കടലിലാണ്. അപ്പൊ അതും കൂടി എന്ത് ചെയ്യുക? പഠിച്ചു വെച്ചേക്കുക അല്ലെ. പിന്നെ കാണുന്നതാണ് നമ്മുടെ ഇന്ത്യൻ സമുദ്രമാണ് ഇവിടെ അങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ ജസ്റ്റ് ബേസിക് ആയിട്ടുള്ളത് മനസ്സിലാക്കി വെക്കണം. ഓരോന്നും ഏതൊക്കെ ഭാഗത്താണെന്നും അല്ലെങ്കിൽ ഏതൊക്കെ സംസ്ഥാനങ്ങൾ ഏതൊക്കെ സൈഡിലാണെന്നും ഒക്കെ ഒന്ന് അറിഞ്ഞിരിക്കണം. അതുപോലെ നമ്മുടെ അയൽ രാജ്യങ്ങളൊക്കെ ഏതൊക്കെ സംസ്ഥാനങ്ങളുമായിട്ടൊക്കെയാണ് അതിർത്തിയിൽ കിടക്കുന്നതെന്നൊക്കെ ഒന്ന് എന്ത് ചെയ്യുക? നിങ്ങൾക്ക് മനസ്സിലുണ്ടാവണം. ക്ലിയർ അല്ലേ? നമുക്ക് അടുത്ത ഭാഗത്തിലോട്ട് പോകാം. ഓക്കെ, ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഇന്ത്യൻ ഭൂപ്രകൃതിയെ കുറിച്ചിട്ടാണ് അല്ലെ. നമുക്കറിയാലേ നമ്മുടെ കേരള ഭൂപ്രകൃതിയെ കുറിച്ചിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. മലനാട്, ഇടനാട്, തീരപ്രദേശം എന്നായിട്ട് മൂന്നായിട്ടൊക്കെ തരംതിരിച്ചിട്ട് ഒക്കെ വെച്ചിട്ട് നമ്മൾ കുറച്ച് ക്ലാസ്സുകളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അല്ലെ. അപ്പൊ ഇനി ഇന്ത്യയുടെ ഭൂപ്രകൃതിയുമായി ബന്ധപ്പെട്ടിട്ട് അല്ലെ, നമ്മുടെ ഇന്ത്യൻ ഭൂപ്രകൃതി എന്ന് പറഞ്ഞാൽ പല ഇതുപോലെ പല ഭാഗങ്ങളായിട്ടാണ് കിടക്കുന്നത് അല്ലെ. ഓരോ എന്താണ് വിവിധ ഭൂരൂപങ്ങളിലായിട്ടാണ് കിടക്കുന്നത് അല്ലെ. അപ്പൊ എന്തായാലും അവിടെ എന്തൊക്കെയുണ്ട്? പർവ്വതങ്ങളുണ്ട് ഒരു ഭാഗത്ത്, അതുപോലെ പീഠഭൂമികൾ കാണപ്പെടും, അതുപോലെ എന്തുണ്ട്? സമതലങ്ങളുണ്ട്, പിന്നെന്തുണ്ട്? നമുക്ക് അല്ലെ ചില മരുഭൂമികൾ കാണപ്പെടാം, പിന്നെന്താ? ദ്വീപുകളുണ്ട്. അങ്ങനെയല്ലേ വിവിധ തരം ഭൂരൂപങ്ങളാണ് നമ്മുടെ ഇന്ത്യൻ ഭൂപ്രകൃതി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അല്ലെ ഇന്ത്യൻ ഭൂപ്രകൃതി എന്താന്ന് ഇവിടെ പ്രത്യേകം പറയുന്നുണ്ട്, ഒന്ന് വായിക്കാം. പർവ്വതങ്ങൾ, പീഠഭൂമികൾ, സമതലങ്ങൾ, ദ്വീപുകൾ എന്നിങ്ങനെ വിവിധ ഭൂരൂപങ്ങൾ ഭൂമിയിലുണ്ട്. ഒരു പ്രദേശത്തിൽ കാണപ്പെടുന്ന ഇത്തരം സവിശേഷതകളാണ് അവിടുത്തെ ഭൂപ്രകൃതി എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? അപ്പൊ ഭൂപ്രകൃതി എന്ന് പറഞ്ഞാൽ എന്താന്ന് മനസ്സിലായില്ലല്ലേ? നമ്മുടെ ഇന്ത്യയിൽ ഒരുപാട് അല്ലേ എല്ലതും ഒരേപോലെ ആയിരിക്കില്ല നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത് അല്ലെ. പല സ്ഥലത്തും പല രീതിയിലായിരിക്കും. ഒരു ഭാഗത്ത് പർവ്വതങ്ങളായിരിക്കും, അല്ലെങ്കിൽ ഒരു ഭാഗത്ത് ഉണ്ടാവും സമതല പ്രദേശങ്ങളാവും, അല്ലെങ്കിൽ ഒരു ഭാഗത്ത് ഉണ്ടാവും മരുഭൂമി പ്രദേശങ്ങളാവും. അങ്ങനെ പലവിധ ഭൂരൂപങ്ങളാണ് നമ്മുടെ ഇന്ത്യയിലുള്ളത്. ഈ ഒരു ഭൂരൂപങ്ങളെല്ലാം കൂടി ചേർന്നിട്ടാണ് നമ്മുടെ ഇന്ത്യയുടെ ഭൂപ്രകൃതി എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? അപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞു അല്ലേ, ഇന്ത്യയിലെ ഏറ്റവും ആദ്യം നമ്മൾ പറഞ്ഞ എന്താണ്? ഏറ്റവും മുകളിലായിട്ട് കാണപ്പെടുന്നതാണ് നമ്മുടെ ഉത്തര പർവ്വത മേഖല എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ അതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നോക്കാം. ലോകത്തിൽ തന്നെ ഉയരമേറിയ പർവ്വതനിരകളായ ഹിമാലയത്തിന്റെ ഒരു ഭാഗം ഇന്ത്യയിലാണ് ഉൾപ്പെടുന്നത് അല്ലെ. നമുക്കറിയാലേ ഏറ്റവും ഉയരമേറിയ പർവ്വതനിരയാണ് ഹിമാലയം എന്ന് പറയുന്നത് അല്ലെ. അതിന്റെ ഒരു ഭാഗം എന്താണ്? നമ്മുടെ ഇന്ത്യയിലാണ് കാണപ്പെടുന്നത്. അതുപോലെ തന്നെ അല്ലെ ഹിമാലയത്തിന്റെ അത്രയും ഉയരമില്ലെങ്കിലും മറ്റ് ഉയരം കുറഞ്ഞ പർവ്വതനിരകളൊക്കെ ഉണ്ട് അല്ലെ. അത് ഏതൊക്കെയാണ്? ആരവല്ലി, അതുപോലെ പശ്ചിമഘട്ടം, പൂർവ്വഘട്ടം, വിന്ധ്യ, സത്പുര നിരകളൊക്കെ ഉണ്ട് അല്ലെ. അതൊക്കെ എന്താണ്? പർവ്വത നിരകളാണ് അല്ലെ. ഇതൊക്കെ നമ്മുടെ ഇന്ത്യയിലാണ് കാണപ്പെടുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? പിന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ ഈ മലമുകളിൽ നിന്നാണ് നദികളൊക്കെ ഉത്ഭവിക്കുന്നതെന്നൊക്കെ പഠിച്ചിട്ടുണ്ടല്ലേ. അത് തന്നെയാണ് ഇവിടെയും പറയുന്നത്. ഈ പർവ്വത നിരകളിൽ നിന്നെല്ലാമാണ് എന്ത്? അനേക നദികളൊക്കെ ഉത്ഭവിക്കുന്നത് അല്ലെ. നമ്മുടെ ഉത്തര പർവ്വത മേഖലയിൽ നിന്നാണ് ഏത്? നമ്മുടെ പ്രധാന സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര ഒക്കെ ഉത്ഭവിക്കുന്നത്. എന്നാൽ ഉപദ്വീപീയ പീഠഭൂമിയിൽ നിന്നാണ് മറ്റുള്ള അല്ലെ കൃഷ്ണ, കാവേരി, അതുപോലെ ഗോദാവരി, മറ്റു നദികളൊക്കെ ഉത്ഭവിക്കുന്നത്. അതൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കാം. ഓക്കെ, ഇനി നമ്മൾ രണ്ടാമത്തെ കാര്യം പറയുന്നത് സമതല പ്രദേശത്തെ പറ്റിയിട്ടാണ് കേട്ടോ. അപ്പൊ സമതല പ്രദേശം അല്ലെ നമ്മൾ ഉത്തര പർവ്വത മേഖലയിൽ നിന്ന് തൊട്ട് താഴെയായിട്ട് എന്ത് കാണപ്പെടുന്നത്? സമതല പ്രദേശം കാണപ്പെടുന്നത് അല്ലെ. ഓക്കെ, അപ്പൊ സമതല പ്രദേശം എന്താണ്? ഇവിടെ നോക്കാം എന്തൊക്കെ കൊടുത്തിട്ടുണ്ട്.
അതിവിശാലമായതും നിരപ്പായതുമായ ഭൂപ്രദേശമാണ് സമതലങ്ങൾ എന്ന് പറയുന്നത് അല്ലെ. നമുക്ക് ഈ പിക്ചറിൽ കണ്ടാൽ മനസ്സിലാവൂലേ, ഇവിടെ അങ്ങനെ വിശാലമായിട്ടില്ല, ഇവിടെ പ്രത്യേകിച്ച് ഉയരമേറിയ ഒരു പർവ്വതനിരകളൊന്നും കാണപ്പെടുന്നില്ല അല്ലെ, ഒക്കെ സമതലമായിട്ടാണ് കിടക്കുന്നത് അല്ലെ. ഈ ഒരു ഭൂരൂപമാണ് എന്ത്, ഉത്തര സമതല പ്രദേശം എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ഇവിടെ എന്താണ്, ഹിമാലയ പർവ്വതനിരകൾക്ക് തെക്കു ഭാഗത്തിൽ വിശാലമായ ഒരു സമതലമുണ്ടല്ലേ, അതാണ് എന്താ നമ്മുടെ ഉത്തര മഹാസമതലം എന്ന് പറയുന്ന ഈ ഒരു ഭാഗം. ഓക്കെ, അതായത് ഇതിനിപ്പോ തൊട്ട് മുകളിലായിട്ട് എന്തുണ്ട്, നമ്മുടെ അല്ലെ ഉയരമേറിയ പർവ്വത നിരകളുണ്ട് അല്ലെ, ഉത്തര പർവ്വത മേഖലകളുണ്ട്. അപ്പൊ അതിന് തൊട്ട് താഴെ അല്ലെ, ഈ പർവ്വതത്തിന് തൊട്ട് താഴെയായിട്ടാണ് എന്ത് കിടക്കുന്നത്, നമ്മുടെ ഉത്തര മഹാസമതലം കിടക്കുന്നത്. ക്ലിയർ അല്ലേ? ഇവിടെ അല്ലെ ഹിമാലയത്തിൽ നിന്ന് നദികൾ ഒഴുക്കി കൊണ്ടുവരുന്ന എക്കൽ നിക്ഷേപിച്ചാണ് ഈ സമതലങ്ങൾ രൂപപ്പെട്ടിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നമുക്കറിയാലേ എല്ലാ നദികളൊക്കെ ഉത്ഭവിക്കുന്നത് എവിടെ നിന്നാണ്, ഏതെങ്കിലും ഒരു മലനിരകളുടെ മുകളിൽ നിന്നായിരിക്കും. അപ്പൊ എന്താ ചെയ്യാ, നമുക്കിവിടെ ഹിമാലയം മറ്റു നദി ഉയരമേറിയ ഒരുപാട് എന്തുണ്ട്, മലനിരകൾ ഉണ്ടല്ലേ. അപ്പൊ ഇവിടെ നിന്ന് എന്ത് ചെയ്യും, നദികളൊക്കെ ഇങ്ങനെ ഉത്ഭവിച്ച് വരും അല്ലെ. ഈ നദികളൊക്കെ ഇങ്ങനെ ഇവിടെ നിന്നാണ് ഉത്ഭവിച്ച് വരിക. ഓക്കെ, ഈ നദികൾ ഇങ്ങനെ ഉത്ഭവിച്ച് വരുമ്പോൾ ഈ നദീന്റെ ഉള്ളിൽ എന്തുണ്ടായിരിക്കും അല്ലെ, അവിടെ ഒരുപാട് പാറകളും അതുപോലെ കല്ലുകളൊക്കെ അതിനൊക്കെ ഉരസ്യം കൊണ്ടാണ് ഈ നദികൾ ഉത്ഭവിച്ച് ഇങ്ങനെ വരുന്നുണ്ടാവുക. അപ്പൊ എന്ത് ചെയ്യും, ആ പാറകൾക്കും അതുപോലെ കല്ലുകൾക്കും എന്ത് സംഭവിക്കും, അപക്ഷയം സംഭവിക്കും അല്ലെ. അങ്ങനെ അപക്ഷയം സംഭവിച്ചാൽ അതെന്തായാലും പൊടിയാനായിട്ട് തുടങ്ങും. അപ്പൊ എന്താണ്, ഈ നദികൾ ഒഴുകുമ്പോൾ ഈ പൊടിഞ്ഞ ചെറിയ ചെറിയ കല്ലുകളും ചളികളും അതുപോലെ മറ്റ് മണൽത്തരികളെല്ലാം കൂടി ഈ നദീന്റെ കൂടെ അങ്ങ് പോരും. ഓക്കെ, അപ്പൊ ഈ നദി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഒരുപാട് വേസ്റ്റ് ഒക്കെ അടങ്ങിയതായിരിക്കും അല്ലെ. അതായത് വേസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരുപാട് അല്ലെ ഈ നമ്മൾ പറഞ്ഞില്ലേ വലിയ വലിയ പാറകളൊക്കെ ഉരസിയും കൊണ്ടാണ് വരുന്നത്. അപ്പൊ എന്താണ്, അതൊക്കെ പൊടിഞ്ഞിട്ട് പോരും. അപ്പൊ സ്ഥിരമായിട്ട് ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ടാണ് ഇത് ഇങ്ങനെ എന്ത് ചെയ്യുന്നത്, അപക്ഷയം സംഭവിക്കുന്നത്. അപ്പൊ എന്ത് ചെയ്യും, അത് ഈ നദീന്റെ കൂടെ ഈ പൊടിഞ്ഞു പോയ വേസ്റ്റുകളൊക്കെ ഇതിന്റെ കൂടെ അങ്ങ് വരും. അങ്ങനെ ഇതെല്ലാം കൂടി ഇന്നലെ ഈ സമതല പ്രദേശത്തേക്ക് എത്തുമ്പോൾ എന്ത് ചെയ്യും, ഇവിടെ വെച്ചിട്ട് ഇതിലേക്ക് കുത്തി ഒഴുകുന്ന നദി എന്ത് ചെയ്യും, ഇവിടെ വെച്ചിട്ട് അങ്ങ് എന്താവും, സ്ലോ ആവും അല്ലെ. അപ്പൊ ഇവിടെ എന്താണ്, സമതല പ്രദേശമാണ്. അപ്പൊ ഇവിടെ വെച്ചിട്ട് എന്ത് ചെയ്യും, ഇവരുടെ കൂടെ ഉണ്ടായിട്ടുള്ള ഈ ചെളികളും ഈ ചെറിയ ചെറിയ നമ്മൾ പറഞ്ഞ കല്ല് കഷ്ണങ്ങളും അങ്ങനത്തെ പൊടികളെല്ലാം കൂടി ഇവിടെ വെച്ചിട്ട് അങ്ങ് എന്ത് ചെയ്യുന്നു, നിക്ഷേപിക്കുന്നു. ഓക്കെ, എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെ ഒരുപാട് വലിയ വലിയ നദികളൊക്കെയാണ് ഇവിടുന്ന് ഒഴുകി എത്തുന്നത്. അപ്പൊ ഇതിന്റെ കൂടെ ഒക്കെ എന്തുണ്ടായിരിക്കും, ഇത്തരം ചെളികളും ചെറിയ കല്ലുകളും പാറക്കഷ്ണങ്ങളും ഒക്കെ ഉണ്ടാവും. അതൊക്കെ വന്നിട്ട് എങ്ങോട്ടാ പതിക്കുന്നത്, ഈ ഒരു സമതല പ്രദേശത്താണ്. ഓക്കെ, ഇതിങ്ങനെ നിരപ്പായി കിടക്കുന്നതുകൊണ്ട് ഇവർക്ക് ഇവിടുന്ന് അങ്ങോട്ട് സ്പീഡിൽ ഒഴുകില്ല അല്ലെ. അപ്പൊ ഇവിടെ ഒക്കെ വെച്ചിട്ട് എന്ത് ചെയ്യുന്നു, ഇതൊക്കെ ഇവിടെ അങ്ങ് നിക്ഷേപിക്കും. അങ്ങനെയാണ് ഈ ഒരു സമതലം ഇവിടെ രൂപം കൊണ്ടിട്ടുള്ളത്. ഓക്കെ, ഇതിൽ പ്രധാനമായിട്ടും ഒഴുകി കൊണ്ടുവരുന്നത് എന്താണ്, എക്കലാണ്. ഈ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ എക്കൽ മണ്ണ്, അങ്ങനെ അതൊക്കെ രൂപപ്പെടുന്നത് ഇങ്ങനെയാണ്. ഓക്കെ, അപ്പൊ ഇവിടെ എന്താണ്, ഉത്തര മഹാസമതലത്തിൽ ധാരാളമായിട്ട് കാണപ്പെടുന്ന ഒരു മണ്ണിനും കൂടിയാണ് എന്ത്, എക്കൽ മണ്ണ് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? അപ്പൊ എന്താണ്, ഈ നദികൾ ഒഴുകി കൊണ്ടുവരുന്ന ഈ നമ്മൾ പറഞ്ഞ ഈ എക്കൽ എന്ത് ചെയ്യുന്നു, ഇവിടെ നിക്ഷേപിച്ചിട്ടാണ് ഈ ഒരു സമതലം രൂപപ്പെട്ടിട്ടുള്ളത്. ക്ലിയർ അല്ലേ? സിന്ധു ഗംഗ ബ്രഹ്മപുത്ര സമതലങ്ങൾ എന്നും ഈ ഒരു സമതല പ്രദേശം അറിയപ്പെടുന്നുണ്ട് അല്ലെ. നമുക്കറിയാലേ ഇവിടുന്ന് ഉത്ഭവിക്കുന്ന പ്രധാന നദികളാണ് ഏതൊക്കെ, സിന്ധു ഗംഗ ബ്രഹ്മപുത്ര എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടേക്ക് ഒഴുകിയെത്തുന്നത് കൊണ്ട് തന്നെ ഈ ഒരു പ്രദേശത്തെ എന്ത് പറയുന്നു, സിന്ധു ഗംഗ ബ്രഹ്മപുത്ര സമതലം എന്നും കൂടി പറയുന്നു. ഓക്കെ, ക്ലിയർ അല്ലേ? അല്ലെ, പിന്നെ അല്ലേ നമ്മൾ എക്കൽ മണ്ണിനെ കുറിച്ച് പറഞ്ഞല്ലേ, നമുക്കറിയാം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനമാണ് എന്ത്, എക്കൽ മണ്ണ് എന്ന് പറഞ്ഞല്ലേ. അങ്ങനെയാണെങ്കിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനം ഏതാണ്, ഒന്ന് ഓർത്തെടുത്തേ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനം നമ്മൾ പഠിച്ചില്ലേ, ലാറ്ററൈറ്റ് ആണല്ലേ. ലാറ്ററൈറ്റ് സോയിൽ ആണല്ലേ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത്. ഇന്ത്യയിലാണ് ഏത്, എക്കൽ മണ്ണ് എന്ന് പറഞ്ഞത് അല്ലേ. അപ്പൊ ഈ എക്കൽ മണ്ണിന്റെ പ്രത്യേകത എന്താണ്, ഇത് ധാരാളം എന്താണ്, ഫലപുഷ്ടമായ മണ്ണാണ്. ഓക്കെ, ഫലപുഷ്ടമായ മണ്ണാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ധാരാളം ഇവിടെ കൃഷിക്ക് അനുയോജ്യമായ ഒരു മണ്ണും കൂടിയാണ് എന്താ ഈ ഒരു എക്കൽ മണ്ണ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ്, ഇവിടെ ധാരാളമായിട്ട് കൃഷി ചെയ്യപ്പെടുന്ന മേഖല ചോദിച്ചാലും ഏതാണ്, ഈ ഒരു ഉത്തര സമതല പ്രദേശമാണ്. അത് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, പ്രധാനമായിട്ടില്ലേ നമ്മുടെ എക്കൽ മണ്ണിൽ കൃഷി ചെയ്യുന്നത് എന്തൊക്കെയാണ്, ഗോതമ്പ്, നെല്ല്, ചോളം, കരിമ്പ് തുടങ്ങിയവയൊക്കെയാണ് അല്ലെ. അപ്പൊ എക്കൽ മണ്ണ് നല്ല ഫലപുഷ്ടമായ മണ്ണാണ്. അതുകൊണ്ടാണ് ഇവിടെ ധാരാളമായിട്ട് കൃഷിയൊക്കെ ചെയ്യുന്നത്. ഏതൊക്കെയാണ്, ഗോതമ്പ്, നെല്ല്, ചോളം തുടങ്ങിയവയൊക്കെ എന്താണ് ഇവിടെയാണ് കൃഷി ചെയ്യുന്നത്. ക്ലിയർ അല്ലേ? അപ്പൊ നമുക്കറിയില്ലേ, അതുകൊണ്ടാണ് നമ്മുടെ ഈ ഉത്തര സമതലത്തെ എന്തായിട്ട് പറയുന്നത്, നമ്മുടെ ഇന്ത്യയുടെ ഭക്ഷ്യ കലവറ എന്നൊക്കെ വിശേഷിപ്പിക്കുന്നത്. ഓക്കെ, മനസ്സിലായില്ലേ? അതായത് നമ്മുടെ ഉത്തര പർവ്വത മേഖലയിൽ നിന്നല്ലേ ഉത്ഭവിക്കുന്ന നദികളിലെ എന്തുകൊണ്ട് വഹിച്ചു വരുന്നത്, ഒരുപാട് ചെറിയ കല്ലുകളും ചെളികളും ഒക്കെ ആയിട്ടാണ് വഹിച്ചു വരുന്നത്. അത് എന്ത് ചെയ്യുന്നു, ഈ ഒരു സമതല പ്രദേശത്ത് എത്തുമ്പോൾ അവരങ്ങ് അവിടെ നിന്ന് സ്ലോ ആവും അല്ലെ. എന്നിട്ട് അതെന്ത് ചെയ്യും, അവർ ഒഴുക്കിക്കൊണ്ടുവരുന്ന സാധനങ്ങളൊക്കെ ഇവിടെ അങ്ങ് നിക്ഷേപിക്കും. ഇതിലെന്താണ്, എക്കലായിരിക്കും കൂടുതൽ ഉണ്ടാവുക. ഈ എക്കൽ മണ്ണ് എന്ന് പറയുന്നത് നമ്മുടെ
എന്താണ് കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ധാരാളമായിട്ടുള്ള ഈ ഒരു സമതല പ്രദേശത്ത് എന്ത് ചെയ്യുന്നുണ്ട്, ധാരാളമായിട്ട് കൃഷി ചെയ്യുന്നുണ്ട്. ഏതൊക്കെയാണ്, നമ്മുടെ നെല്ല്, ഗോതമ്പ്, ചോളം തുടങ്ങിയവയൊക്കെയാണ് ഇവിടെ കൃഷി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അല്ലേ ഈ ഒരു മേഖലയെ, അതായത് ഉത്തര മഹാസമതലത്തെ എന്തും കൂടി പറയും, നമ്മുടെ ഇന്ത്യയുടെ ഭക്ഷ്യ കലവറ എന്നും കൂടി പറയും. ഓർത്ത് വെച്ചേക്ക, ഇത് ചോദിക്കാറുണ്ട്. ഇന്ത്യയുടെ ഭക്ഷ്യ കലവറ എന്ന് വിശേഷിപ്പിക്കുന്നത് ഏത് പ്രദേശത്തെയാണ്? ഈ ഉത്തര മഹാസമതലത്തെയാണ്. ക്ലിയർ ആയില്ലേ? അടുത്ത ഭാഗത്തിലോട്ട് പോവാം. ഇനി അടുത്തൊരു ഭൂപ്രകൃതിയാണ് അല്ലെ മരുഭൂമി എന്ന് നമ്മൾ പറഞ്ഞു അല്ലെ. നമുക്കറിയാലോ നമ്മുടെ രാജസ്ഥാൻ പ്രദേശത്തൊക്കെ കാണപ്പെടുന്നതാണ് എന്ത്, മരുഭൂമി എന്ന് പറയുന്നത് അല്ലെ. അത് ഏത് ഭാഗത്താ? നമ്മൾ മാപ്പ് നോക്കിയപ്പോ പറഞ്ഞില്ലേ, നമ്മുടെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തായിട്ടാണല്ലേ നമ്മുടെ എന്ത് വരുന്നത്, ഈ രാജസ്ഥാനൊക്കെ വരുന്നത്. അപ്പൊ നമ്മുടെ വടക്ക് പടിഞ്ഞാറ് സ്ഥിതി ചെയ്യുന്ന രാജസ്ഥാൻ സംസ്ഥാനത്തിന്റെ കൂടുതൽ ഭാഗവും എന്താണ്, മരുഭൂമിയാണ്. ഓക്കെ, താർ മരുഭൂമി എന്നറിയപ്പെടുന്ന ഈ പ്രദേശത്ത് എന്തായിരിക്കും, മഴ വളരെ കുറവാണ് അല്ലെ. അപ്പൊ മഴ വളരെ കുറവാണെങ്കിൽ എന്താണ്, അവിടെ കൃഷിയും എന്തായിരിക്കും, കുറവായിരിക്കും അല്ലെ. അവിടെയൊക്കെ കൃഷി ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം, അവർക്ക് ജലസേചനങ്ങളെ ആശ്രയിക്കേണ്ടി വരും. അതും കൂടി മനസ്സിലാക്കി വെക്കുക. നമ്മൾ എവിടെയാണ് ഈ മരുഭൂമി എന്ന് പറഞ്ഞത്, ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറായിട്ടാണ് ട്ടോ. അതുകൊണ്ടാണ് ഞാൻ ആദ്യം തന്നെ എന്ത് ചെയ്തത്, നിങ്ങൾക്ക് മാപ്പ് ഒന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു തന്നത്. പല ഭാഗങ്ങൾ നിങ്ങളുടെ മനസ്സിൽ വരണം അല്ലെ. വടക്ക് പടിഞ്ഞാറ് ഭാഗത്താണ് അല്ലെ രാജസ്ഥാൻ നമ്മൾ കണ്ടു. അപ്പൊ ആ ഭാഗത്താണ് എന്തുള്ളത്, മരുഭൂമി ഉള്ളത് അല്ലെ, താർ മരുഭൂമി എന്നൊക്കെ അറിയപ്പെടുന്നത്. അവിടെ എന്തായിരിക്കും അല്ലെ, മഴ കുറവായിരിക്കും. അവിടെ എന്താണ്, കൃഷി ഉണ്ടാവുമോ അല്ലെ. കൃഷി ചെയ്യണമെങ്കിൽ എന്ത് വേണം, ജലസേചന സൗകര്യത്തോട് കൂടിയിട്ടേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അതും മനസ്സിലാക്കി വെക്കുക. അടുത്തൊരു ഭാഗമാണ് ഇന്ത്യയിലെ പീഠഭൂമികൾ. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞല്ലേ നമ്മുടെ ഭൂപ്രകൃതിയുമായി ബന്ധപ്പെട്ട് നമ്മൾ ആദ്യം പറഞ്ഞു ഉത്തരപർവ്വത മേഖല എന്നൊരു ഭൂപ്രകൃതി ഉണ്ടല്ലേ, പ്രധാന പർവ്വത നിരകളെ പറ്റിയിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞില്ലേ. അതിനുശേഷം തൊട്ട് താഴെയാണ് എന്ത് വരുന്നത്, ഉത്തര മഹാസമതലം എന്ന് പറഞ്ഞില്ലേ. അതായത് എക്കൽ നിക്ഷേപിച്ചുണ്ടായതാണ് ആ സമതലം എന്നൊക്കെ പറഞ്ഞ് ധാരാളം കൃഷി ചെയ്യുന്നതൊക്കെ അവിടെയാന്ന് പറഞ്ഞില്ലേ. പിന്നെ വരുന്നത് നമ്മുടെ മരുഭൂമിയിലെ വടക്ക് പടിഞ്ഞാറോട്ട് വരുമ്പോൾ എന്ത് വരുന്നുണ്ട്, മരുഭൂമി വരുന്നുണ്ട് അല്ലെ. അവിടെ എന്താണ്, മഴ കുറവായിരിക്കും, അവിടെ കൃഷി കുറവായിരിക്കും. ഓക്കെ, പിന്നെ വരുന്നൊരു ഭാഗമാണ് നമ്മുടെ ഇന്ത്യയിലെ പീഠഭൂമികൾ എന്ന് പറയുന്നത്. ഓക്കെ, എന്താണ് അപ്പൊ പീഠഭൂമി എന്ന് പറഞ്ഞാല്, എന്താണ് പീഠഭൂമി എന്ന് പറഞ്ഞാല് അല്ലെ. പർവ്വത പ്രദേശവും പീഠഭൂമിയും തമ്മിലുള്ള പ്രത്യേകത എന്താണ്, അല്ലെങ്കിൽ വ്യത്യാസം എന്താണ്, നമുക്ക് നോക്കാം. ചുറ്റുമുള്ള പ്രദേശങ്ങളെ അപേക്ഷിച്ച് ഉയർന്നതും മുകൾ ഭാഗം ഏറെക്കുറെ നിരപ്പായതുമായ ഭൂപ്രദേശങ്ങളാണ് പീഠഭൂമികൾ എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? അതായത് ഉയരമുണ്ടായിരിക്കും അല്ലെ. ചുറ്റുമുള്ള പ്രദേശത്തെ അപേക്ഷിച്ചിട്ട് എന്താവും, കുറച്ച് ഉയരം ഉണ്ടായിരിക്കും. എന്നാൽ മുകൾ ഭാഗം കുത്തനെ ആയിരിക്കില്ല, എന്തായിരിക്കും, പരന്നിട്ടായിരിക്കും. ഓക്കെ, ഇങ്ങനെയായിരിക്കും ഈ ഒരു ഭൂരൂപമായിരിക്കും എന്തിനുള്ളത്, നമ്മുടെ പീഠഭൂമികൾക്ക് ഉണ്ടാവുക. അതായത് കുറച്ചൊരു ഉയരം ഉണ്ടായിരിക്കും, മുകൾ ഭാഗം കുത്തനെ ആവില്ല. നമ്മൾ പർവ്വതങ്ങൾ എങ്ങനെ പറഞ്ഞത്, നേരെ അങ്ങ് ഉയരത്തിലോട്ട് അങ്ങ് പോയിട്ട് അവിടെ നിന്ന് കുത്തനെ രൂപമായിരിക്കും, അല്ലെങ്കിൽ കുത്തനായിട്ട് അല്ലെങ്കിൽ ഇങ്ങനെ ചെരിഞ്ഞിട്ട് ഇങ്ങനെയൊക്കെ രൂപങ്ങളായിരിക്കും വരിക. ഓക്കെ, ഇവിടെ എന്തായിരിക്കില്ല, ഇവിടെ മുകൾ ഭാഗത്ത് എന്തായിരിക്കും, നിരപ്പാവും. അതാണ് പ്രധാന പോയിന്റ്. എന്താണ്, ഇവിടെ മുകൾ ഭാഗം നിരപ്പാവും. ആ ഒരു ഭൂപ്രകൃതിയാണ് എന്ത്, പീഠഭൂമി എന്ന് പറയുന്നത്. ഓക്കെ, നമുക്കറിയാലേ ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമിയാണ് ഏത്, ഡെക്കാൻ പീഠഭൂമി എന്ന് പറയുന്നത് അല്ലെ. ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമി ഏതാണ്, ഡെക്കാൻ പീഠഭൂമിയാണ്. ഓർത്ത് വെച്ചേക്കുക, അറിയാത്തവരുണ്ടെങ്കിൽ പഠിച്ചു വെച്ചേക്കുക. എന്താണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമി, എന്താണ്, ഡെക്കാൻ പീഠഭൂമിയാണ്. അതുപോലെ മറ്റു പീഠഭൂമികൾ ഏതൊക്കെയാണ്, മാൾവ, ചോട്ടാ നാഗ്പൂർ പീഠഭൂമികളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ മാൾവ, ചോട്ടാ നാഗ്പൂർ ഒക്കെ എന്താണ്, മറ്റുള്ള പീഠഭൂമികൾക്ക് ഉദാഹരണമാണ്. ഏറ്റവും വലിയ പീഠഭൂമി എന്ന് പറഞ്ഞാൽ ഡെക്കാൻ ആണ്. അപ്പൊ അതും കൂടി ഒന്ന് ഓർത്ത് വെക്കാം. ഇനി അടുത്തൊരു ഭൂപ്രകൃതിയാണ് അല്ലെ നമ്മുടെ തീരപ്രദേശം എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ നമ്മൾ ഉത്തരപർവ്വത മേഖല പറഞ്ഞു, പിന്നെ അത് കഴിഞ്ഞിട്ട് ഉത്തര മഹാസമതലം എന്താന്ന് പഠിച്ചു, പിന്നെ എന്താണ് പീഠഭൂമിയെ കുറിച്ച് പറഞ്ഞു, പിന്നെ മരുഭൂമി എന്താന്ന് പറഞ്ഞു. ഇനി തീരപ്രദേശത്തോട്ടാണ് വരുന്നത് അല്ലെ. നമുക്കറിയാം നമ്മുടെ തീരപ്രദേശം എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ ഭൂപടം എടുത്തു കഴിഞ്ഞാൽ, ഇന്ത്യയുടെ ഭൂപടം എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്തോട്ട് അല്ലെ, ഈ ഒരു ഭാഗത്തോട്ട് വരുന്ന അല്ലെ, ഇത്രയും നിങ്ങൾ ഓർത്ത് വെച്ചാൽ അല്ലേ, ഇവിടുന്ന് ഇങ്ങോട്ട് അല്ലേ, ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് വരുന്ന ഈ ഒരു ഭാഗം മൊത്തം എന്താണ്, നമ്മുടെ തീരപ്രദേശമാണ് അല്ലെ. ഇവിടെ ആരുണ്ട്, തീരപ്രദേശം എന്ന് പറയാൻ കാരണം എന്താ, ഇവിടെ നമ്മുടെ അറബിക്കടൽ ഉണ്ട് അല്ലെ. ഇവിടെ ആരുണ്ട്, ഇവിടെ നമ്മുടെ അറബിക്കടലുണ്ട്, ഇപ്പുറത്ത് നമ്മുടെ ബംഗാൾ ഉൾക്കടലുണ്ട് അല്ലെ. അതുകൊണ്ടാണ് ഈ ഒരു ഭാഗം മൊത്തം അല്ലെ, ഇവിടുന്ന് ഇങ്ങനെ വന്നിട്ട് ഈ ഭാഗം മൊത്തം അല്ലെ, ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് എന്താണ്, തീരപ്രദേശമാണ്. ഇവിടെ സമുദ്രത്തോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന നിരപ്പായ ഭൂപ്രദേശമാണ് എന്താ, തീരപ്രദേശം എന്ന് പറയുന്നത്. ഓക്കെ, നീളമേറിയ തീരപ്രദേശമാണ് ഇന്ത്യക്കുള്ളത് അല്ലെ. നമ്മൾ പറഞ്ഞില്ലേ, ഇവിടെ നിന്ന് മുതൽ തുടങ്ങിയിട്ട് ഇങ്ങനെ ഇവിടെ വന്നിട്ട് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് പോകുന്നതാണ് നമ്മുടെ തീരപ്രദേശം എന്ന് പറയുന്നത്. അതെന്താണല്ലേ, നീളമേറിയ തീരപ്രദേശമാണ്. ഓക്കെ, തീരപ്രദേശം എന്താണെന്നൊരു ഐഡിയ കിട്ടിയില്ലേ. ഇനി നമുക്ക് അടുത്തൊരു ഭൂപ്രകൃതി നമ്മൾ പറഞ്ഞില്ലേ, ദ്വീപുകളെ പറ്റി പറഞ്ഞില്ലേ. നമ്മൾ ആദ്യം തന്നെ മാപ്പിൽ നമ്മൾ പറഞ്ഞില്ലേ, ദ്വീപുകൾ, 2 ദ്വീപുകളെ പറ്റി പറഞ്ഞില്ലേ, ലക്ഷദ്വീപും അതുപോലെ ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളെ പറ്റിയിട്ടൊക്കെ പറഞ്ഞില്ലേ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പറഞ്ഞേ, ലക്ഷദ്വീപ് ഏത് കടലിലാണ്,
ഏത് കടലിലാണ് ലക്ഷദ്വീപ്? അറബിക്കടലിലാണ് അല്ലേ? നമ്മളെ പിക്ചറിൽ കണ്ടുല്ലേ? എവിടെയാണ് ലക്ഷദ്വീപ്? അറബിക്കടലിലാണ് അല്ലേ? നമ്മുടെ കേരളത്തിന്റെ പടിഞ്ഞാറേ തീരത്താണ് എന്ത് കാണപ്പെടുന്നത്? അറബിക്കടൽ കാണപ്പെടുന്നത്. അതുപോലെ തന്നെ ലക്ഷദ്വീപ് കാണപ്പെടുന്നത് എവിടെയാണ്? നമ്മുടെ കേരളത്തിന്റെ പടിഞ്ഞാറൻ തീരത്താണ് അല്ലേ? അതൊക്കെ നിങ്ങളുടെ മനസ്സിൽ വരണം ട്ടോ. ആ പിക്ചർ മനസ്സിൽ വരാൻ വേണ്ടിയിട്ടാണ് ആദ്യം തന്നെ അത് പറഞ്ഞത്. ഓക്കെ, പിന്നെ നമ്മൾ പറഞ്ഞില്ലേ ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളെ പറ്റി പറഞ്ഞില്ലേ? അത് എവിടെയാ കാണുന്നത്? നമ്മുടെ ബംഗാൾ ഉൾക്കടലിലാണ്. ക്ലിയർ അല്ലേ? ഇനി നമുക്ക് അതുമായി ബന്ധപ്പെട്ട ഒരു പിക്ചർ നോക്കാം. ഓക്കെ അല്ലെ, ഇതാണല്ലേ ലക്ഷദ്വീപ് എന്ന് പറയുന്നത്. അതായത് ചുറ്റും അല്ലെ, ചുറ്റും സമുദ്രമായിട്ട് ഒറ്റപ്പെട്ട് കിടക്കുന്ന ജനവാസ മേഖലകളാണ് എന്ത് ലക്ഷദ്വീപ്, ഈ ഒരു ദ്വീപ സമൂഹം എന്ന് പറയുന്നത്. ഇതാണ് ലക്ഷദ്വീപ് അല്ലെ. ചുറ്റും എന്താണ്? ജലമാണല്ലേ. ഓക്കെ, ഇനി അടുത്ത് നമ്മൾ ആൻഡമാൻ നിക്കോബാർ ദ്വീപിലോട്ട് വരുമ്പോൾ അല്ലെ, ഇവിടെ എന്താണ്? ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു ദ്വീപുകളായിട്ട് കാണപ്പെടാം അല്ലെ. ഇവിടെ എന്താണ്? ഇവിടെ ധാരാളം വനങ്ങളാണ് കാണപ്പെടുന്നത് കേട്ടോ. ഇപ്പൊ നമ്മുടെ ലക്ഷദ്വീപിൽ ധാരാളം എന്താണ്? അത്യാവശ്യം ജനവാസ മേഖലയാണ്. എന്നാൽ ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിൽ എന്താണ്? ധാരാളം എന്താണ്? വനനിബിഡമായിട്ടുള്ളതായിരിക്കും. അവിടെ പല ഗോത്രവർഗ്ഗങ്ങളാണ് താമസിച്ചു വരുന്നത്. ഓക്കെ, അപ്പൊ അതൊന്ന് മനസ്സിലാക്കി വെക്കുക. പക്ഷെ ആൻഡമാൻ നിക്കോബാർ ആണ് ഇതിൽ വലിപ്പം കൂടുതൽ ചോദിച്ചാൽ ആൻഡമാൻ നിക്കോബാർ ആണ്. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മുടെ പ്രധാന ഭൂപ്രകൃതിയെ പറ്റിയിട്ട് പറഞ്ഞത് അല്ലെ. നമ്മുടെ ഏതൊക്കെയാണ്? ഉത്തര പർവ്വത മേഖലയുണ്ട്. ഏതൊക്കെ പറഞ്ഞു നമ്മള്? ഭൂപ്രകൃതിയിൽ ആദ്യ മുകളിലെ ഉത്തരപർവ്വത മേഖലയുണ്ട്. അതിന് തൊട്ട് താഴെ ആരുണ്ട്? ഉത്തരപർവ്വത മേഖല പറഞ്ഞു. ഉത്തര പർവ്വത മേഖലയുണ്ട്. അതിന് തൊട്ട് താഴെ നമ്മുടെ ഉത്തര മഹാസമതലം ഉണ്ട് അല്ലെ. താഴത്തായിട്ട് കിടക്കുന്ന ഉത്തര സമതലുണ്ട്. പിന്നെ ആര് വരുന്നുണ്ട്? നമ്മുടെ പീഠഭൂമികളെ പറ്റി പറയുന്നുണ്ട് അല്ലെ. പീഠഭൂമി ഉണ്ട്. പിന്നെ ആരുണ്ട് അല്ലെ? മരുഭൂമിനെ പറ്റി പറയുന്നുണ്ട്. പിന്നെ നമ്മൾ പറഞ്ഞു അല്ലെ തീരപ്രദേശം അല്ലെ, തീരപ്രദേശത്തെ പറഞ്ഞു. കൂടാതെ ആരുണ്ട്? നമ്മുടെ ദ്വീപുകളെ പറ്റിയിട്ടും പറഞ്ഞു അല്ലെ. ഇതൊക്കെ ചേർന്നതാണ് നമ്മുടെ ഇന്ത്യൻ ഭൂപ്രകൃതി എന്ന് പറയുന്നത്. ഓക്കെ, ഒരു ഐഡിയ ആയില്ലേ നിങ്ങൾക്ക്? ഇന്ത്യയുടെ ഭൂപ്രകൃതി എന്ന് പറഞ്ഞാൽ ഇതെല്ലാം കൂടി ചേർന്നതാണ്. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് നോക്കാനുള്ളത് ഇന്ത്യയിലെ നദികളെ പറ്റിയിട്ടുള്ള ഒരു ചെറിയൊരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അല്ലെ. നമുക്കറിയാം നദികളൊക്കെ ഉത്ഭവിക്കുന്നത് അല്ലെ പർവ്വത നിരകളുടെ മുകളിൽ നിന്നാണ് അല്ലെ. അപ്പൊ നമുക്കറിയാം പ്രധാനമായിട്ട് നമ്മുടെ ഹിമാലയ പർവ്വത നിരകളുണ്ട്. അതുപോലെ നമ്മുടെ ഉപദ്വീപിലോട്ട് വന്നു കഴിഞ്ഞാൽ അവിടെയും എന്തുണ്ട് അല്ലെ? വിന്ധ്യ, സത്പുര, അതുപോലെ മറ്റ് പർവ്വത നിരകളൊക്കെ ഇവിടെ കാണപ്പെടുന്നുണ്ട്. ഉപദ്വീപീയ ഇന്ത്യയിലും കാണപ്പെടുന്നുണ്ട്. അപ്പൊ പ്രധാന നമ്മുടെ സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര ഒക്കെ എവിടുന്നാണ് ഉത്ഭവിക്കുന്നത്? നമ്മുടെ ഹിമാലയൻ പർവ്വത നിരകളിൽ നിന്നാണ് അല്ലെ. എന്നാൽ നമ്മുടെ ഉപദ്വീപീയ പീഠഭൂമിയിൽ നിന്നൊക്കെ ഉത്ഭവിക്കുന്ന നദികൾ ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? നമ്മുടെ കൃഷ്ണ, കാവേരി, ഗോദാവരി, അതൊക്കെ മഹാനദി, അതൊക്കെയാണ് അല്ലെ എവിടെ നിന്ന് ഉത്ഭവിക്കുന്നത്? നമ്മുടെ ഉപദ്വീപീയ ഇന്ത്യയിൽ നിന്ന് ഉത്ഭവിക്കുന്നത്. അതൊന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഇനി അടുത്ത ഭാഗത്തിലോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ കാലാവസ്ഥയെ പറ്റിയിട്ടാണ് പറയുന്നത്. ഇന്ത്യയുടെ കാലാവസ്ഥയെ പറ്റിയിട്ടാണ്. ബേസിക് ആയിട്ട് കാര്യങ്ങൾ മാത്രമേ ഇവിടെ കൊടുത്തിട്ടുള്ളൂ. അതിന്റെ ഡീപ്പായിട്ടുള്ള കാര്യങ്ങൾ കുറച്ചും കൂടി കഴിയുമ്പോൾ വരും. ഓക്കെ, അപ്പൊ ഇന്ത്യയുടെ കാലാവസ്ഥ അല്ലെ, നമ്മൾ കേരളത്തിന്റെ കാലാവസ്ഥയുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ കൃത്യമായിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. 2 കാലാവസ്ഥകളാണ് നമുക്കുള്ളത് എന്നൊക്കെ അല്ലെ. നമ്മുടെ ഇന്ത്യക്ക് എന്താണ്? 2 കാലാവസ്ഥകളാണുള്ളത്. ഏതൊക്കെയാണ്? അല്ല, 2 കാലാവസ്ഥ അല്ല, സോറി, അത് 2 മഴക്കാലമാണ് പറഞ്ഞത്. കാലാവസ്ഥ എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ്? നമ്മുടെ മഴക്കാലം ഉണ്ട്, ശൈത്യകാലം ഉണ്ട്, അതുപോലെ എന്തുണ്ട്? വേനൽക്കാലം ഉണ്ട് അല്ലെ. ഓക്കെ, ഇനി ജൂൺ മുതൽ സെപ്റ്റംബർ വരെ അല്ലെ. ജൂൺ മുതൽ സെപ്റ്റംബർ വരെയാണ് നമ്മുടെ എന്ത്? ആദ്യത്തെ മഴക്കാലം എന്ന് പറഞ്ഞു അല്ലെ. ഏതാണ്? ജൂൺ മുതൽ സെപ്റ്റംബർ വരെ. അത് ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? തെക്കു പടിഞ്ഞാറൻ മൺസൂൺ എന്നാണ് അറിയപ്പെടുന്നത് അല്ലെ. അതൊക്കെ നമ്മൾ മുൻ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ടല്ലേ. തെക്കു പടിഞ്ഞാറൻ മൺസൂൺ ഏത് മുതലാണ്? നമ്മുടെ മഴക്കാലം ആരംഭിക്കുന്നത് അല്ലെ. ഏറ്റവും കൂടുതൽ മഴയൊക്കെ ലഭിക്കുന്നത്, നമ്മുടെ കേരളത്തിലൊക്കെ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നതും ആ കാലത്താണ് അല്ലെ. ഏതാണ്? ജൂൺ മുതൽ സെപ്റ്റംബർ വരെ. ക്ലിയർ അല്ലേ? അതിന് വേറൊരു പേരിലും കൂടി അറിയപ്പെടും. ഏതാണ് ആ പേര്? ഒന്ന് ഓർത്തെടുത്തേ. നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഏത് പേരിലാണ്? ഒന്ന് നമ്മൾ പറഞ്ഞു തെക്കു പടിഞ്ഞാറൻ മൺസൂൺ എന്ന് പറഞ്ഞു. വേറൊരു പേരും കൂടി ഉണ്ട് അതിന്റെ. എന്താണ്? കാലവർഷം അല്ലെ. നമ്മൾക്ക് ധാരാളമായി മഴ ലഭിക്കുന്നത് കൊണ്ട് അതിന് എന്താ പറയാ? കാലവർഷം എന്നാണ് പറയാ. ഓക്കെ, അപ്പൊ വടക്ക് കിഴക്കൻ മൺസൂണിന് എന്താ പറയാ? അത് തുലാവർഷമാണ്. അപ്പൊ അതും കൂടി നിങ്ങൾ മനസ്സിലാക്കി വെക്കണം, പരസ്പരം മാറരുത്. ഓക്കെ, അപ്പൊ ജൂൺ മുതൽ സെപ്റ്റംബർ വരെയുള്ളതാണ് തെക്കു പടിഞ്ഞാറൻ മൺസൂൺ എന്ന് പറയുന്നത്. വടക്ക് കിഴക്കൻ മൺസൂൺ ഏതാണ്? നമ്മുടെ അല്ലെ ബാക്കിയുള്ള 2 മാസം ഏതൊക്കെയാണ്? ഒക്ടോബർ, നവംബറിലുമാണ് എന്ത് പെയ്യുന്നത്? നമ്മുടെ വടക്ക് കിഴക്കൻ മൺസൂൺ അഥവാ തുലാവർഷം പെയ്യുന്നത്. ഓക്കെ, പിന്നെ ഇതുമായി ബന്ധപ്പെട്ട് പിന്നെ പഠിക്കാനുള്ള പിന്നെ ശൈത്യകാലം, ഇതൊക്കെ നമുക്ക് അറിയുന്ന ബേസിക് കാര്യങ്ങളാണ് അല്ലെ. ശൈത്യകാലമൊക്കെ ആരംഭിക്കുന്നത് നമുക്കറിയാം നവംബർ കഴിഞ്ഞാൽ പിന്നെ ഡിസംബർ മുതൽ ഫെബ്രുവരി എന്താണ്? ഫെബ്രുവരി വരെയാണ് നമ്മുടെ തണുപ്പ് കൂടുതലുള്ള മാസം അല്ലെ, ശൈത്യകാലം എന്ന് പറയുന്നത്. അതിനുശേഷം അല്ലെ ഫെബ്രുവരിക്ക് ശേഷം മാർച്ച് മുതൽ ഏപ്രിൽ, മെയ് വരെ എന്താണ്? നമുക്ക് നല്ല ചൂടാണ് അല്ലെ, ഉഷ്ണകാലം എന്നൊക്കെ അറിയപ്പെടുന്നത് അല്ലെ. അതൊക്കെ ബേസിക് ആയിട്ടുള്ള കാര്യമാണ്, ഒന്ന് വായിച്ചു നോക്കുക. ഓക്കെ, ഇനി നമുക്ക് നോക്കാനുള്ളത് ഇന്ത്യയുടെ നൈസർഗിക സസ്യജാലങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഇതിൽ എത്ര കാര്യങ്ങൾ നമുക്ക് പഠിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല. ജസ്റ്റ് എന്താണ് അവർ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം പറഞ്ഞിട്ടുള്ളൂ. നമുക്ക് വായിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല. അവരുടെ വസ്ത്രധാരങ്ങളും അവിടുത്തെ ഓരോ സ്ഥലങ്ങളിലുള്ള ജനജീവിതം അതൊക്കെയാണ് ഇതിൽ പറയുന്നത്. നമുക്ക് ക്വസ്റ്റ്യൻസ് ആയിട്ട് ഇതിലൊന്നും ഇല്ല കേട്ടോ. ഇനി നമുക്ക് പ്രധാനമായിട്ടുള്ള ക്വസ്റ്റ്യൻസ് കിടക്കുന്നത്. ഓക്കെ,
ഇപ്പൊ നമ്മൾ പറഞ്ഞ ഈ ഭൂപ്രകൃതി എന്താണ് ഒന്നും കൂടി ഡീപ്പായിട്ട് പഠിക്കാനായിട്ട് പോവാണ് കേട്ടോ. അപ്പൊ ആദ്യം നമ്മൾ പറഞ്ഞത് എവിടെയാണെന്ന് ഉത്തരപർവ്വത മേഖലയിലോട്ട് ഒന്നും കൂടി വരണം. ഓക്കെ, അപ്പൊ ആദ്യം നമ്മൾ ജസ്റ്റ് ഒന്ന് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇനി അടുത്ത അവരുടെ ചാപ്റ്ററിൽ കുറച്ചും കൂടി ഡീപ്പ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ ആദ്യം നമ്മൾ ഉത്തരപർവ്വത മേഖലയിലോട്ടാണ് പോകുന്നത് കേട്ടോ. ഇവിടെ നോക്കാം, ഇവിടെ നമ്മൾ ഹിമാലയത്തെ കുറിച്ചിട്ടാണ് പറയുന്നത് അല്ലെ. ഹിമാലയത്തെ കുറിച്ചിട്ട് നമ്മൾ പറഞ്ഞില്ലേ, ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വതനിരയാണല്ലേ ഹിമാലയം എന്ന് പറയുന്നത്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. ഈ പർവ്വതനിരകളിൽ ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറ് ജമ്മു കാശ്മീർ മുതൽ വടക്ക് കിഴക്ക് അരുണാചൽ പ്രദേശ് വരെ നീളുന്ന ഭാഗത്തിന് ഏകദേശം 2400 കിലോമീറ്റർ നീളമുണ്ട്. ജമ്മു കാശ്മീർ, ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ്, സിക്കിം, അരുണാചൽ പ്രദേശ്, നാഗാലാൻഡ്, മണിപ്പൂർ, മേഘാലയ, മിസോറാം, ത്രിപുര എന്നീ സംസ്ഥാനങ്ങളുടെ ഭൂരിഭാഗം പ്രദേശങ്ങളും ഈ പർവ്വത നിരകളുടെ ഭാഗമാണ്. നമ്മൾ ആ പിക്ചറിലെ ആദ്യം തന്നെ മാപ്പിൽ കണ്ടില്ലേ, ഏറ്റവും മുകളിൽ നിന്ന് അങ്ങോട്ട് അല്ലെ, ഏറ്റവും മുകളിൽ നിന്നുള്ള ഈ ഒരു ഭാഗം മുതൽ ഇങ്ങനെ പോയിട്ട് നമ്മുടെ കിഴക്കൻ സംസ്ഥാനങ്ങളിലോട്ട് വരെ നീണ്ടു കിടക്കുന്നതാണ് നമ്മുടെ ഈ ഒരു ഹിമാലയത്തിന്റെ ഭാഗങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ആ ഒരു സംസ്ഥാനങ്ങളൊക്കെ ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പൊ ഏതൊക്കെ വരുന്നുണ്ട്, നമ്മളെ മുകളില് കാശ്മീർ മുതൽ തൊട്ട് താഴെ ഹിമാചൽ പ്രദേശ്, പിന്നെ ഉത്തരാഖണ്ഡ് വരുന്നുണ്ട്, പിന്നെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ സിക്കിം വരുന്നുണ്ട്, അരുണാചൽ പ്രദേശ്, നാഗാലാൻഡ്, മണിപ്പൂർ, മേഘാലയ, മിസോറാം, ത്രിപുര അല്ലെ, നമ്മുടെ കിഴക്കൻ സംസ്ഥാനങ്ങൾ വരെ നീണ്ടു കിടക്കുന്നതാണ് ഹിമാലയം എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ ഹിമാലയത്തിന്റെ ഏറ്റവും ഉയരം കൂടിയ ഭാഗങ്ങൾ എന്താണ്, വർഷം മുഴുവൻ മഞ്ഞ് മൂടി കിടക്കുന്നു അല്ലെ. നമുക്ക് അറിയാം ഈ ഹിമാലയത്തിന്റെ ഏറ്റവും ഉയരം കൂടിയ ഭാഗം അല്ലെ, ഈ പിക്ചറിൽ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അവിടെ എന്താണ്, ഇവിടെ ജനവാസ കേന്ദ്രമാണോ? അല്ലല്ലേ. ഏറ്റവും ഉയരം കൂടിയ ഭാഗത്ത് എന്തില്ല, നമുക്ക് ജനവാസം ഉണ്ടാവില്ല അല്ലെ. അവിടെ എന്താണ്, അവിടെ നിൽക്കാൻ പറ്റില്ല, അവിടെ അത്രയും തണുപ്പായിരിക്കും. ഓക്കെ, ഇവിടെ സ്ഥിരമായ ജനവാസം ഉണ്ടായിരിക്കില്ല. അതുപോലെ കാഞ്ചൻജംഗ, നന്ദാദേവി തുടങ്ങിയ ഉയരം കൂടിയ കൊടുമുടികൾ ഹിമാലയ നിരകളുടെ ഭാഗമാണ്. ഓക്കെ, അപ്പൊ മറ്റുള്ള ഉയരം കൂടിയ കൊടുമുടികളാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ, കാഞ്ചൻജംഗ, അതുപോലെ നന്ദാദേവി. ഇതൊക്കെ എന്തിന്റെ ഭാഗമാണ്, ഈ ഒരു ഹിമാലയത്തിന്റെ ഭാഗമാണ്. ഓക്കെ, പിന്നെ എന്താണ്, എവറസ്റ്റ് കൊടുമുടിയാണ് ഈ നിരകളിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി എന്ന് പറഞ്ഞത്. നമുക്കറിയില്ലേ, ഏറ്റവും ഉയരമേറിയ കൊടുമുടി ഏതാണ്, എവറസ്റ്റ് ആണ് അല്ലെ. അപ്പൊ അതിന് തൊട്ട് താഴെ തന്നെയാണ് ആരൊക്കെ വരുന്നുണ്ട്, നമ്മുടെ കാഞ്ചൻജംഗയും നന്ദാദേവിയും ഒക്കെ വരുന്നുണ്ട്. ഇതൊക്കെ എന്തിന്റെ ഭാഗമാണ്, ഈ ഒരു ഹിമാലയത്തിന്റെ ഭാഗമാണ്. പിന്നല്ലേ നമ്മൾ പറഞ്ഞു എല്ലാ ഹിമാലയൻ നദികളെ കുറിച്ച് പറഞ്ഞല്ലേ, ഇവിടെ നിന്ന് ഉത്ഭവിക്കുന്ന പ്രധാന നദികളാണ് ഏതൊക്കെ, സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര നദികളൊക്കെ. ഓക്കെ, അപ്പൊ അത് ഏതാന്നൊക്കെ മനസ്സിലാക്കി വെക്കാം. പിന്നല്ലേ നമ്മൾക്ക് താഴോട്ട് പോകും തോറും അപ്പൊ നമ്മൾ ഏറ്റവും ഏറിയ ഭാഗത്താണ് ഏറ്റവും തണുപ്പ് കൂടുതൽ, അവിടെ നിൽക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞല്ലേ. പക്ഷെ അങ്ങോട്ട് അവിടെ നിന്ന് കുറച്ച് താഴോട്ടേക്ക് വരുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ കുറച്ച് ചെറിയ രീതിയിൽ ജനവാസ മേഖലകളാണ് അല്ലെ. അവിടെയാണ് നമ്മുടെ പ്രധാന ഹിൽ സ്റ്റേഷൻസ് ഒക്കെ ആയിട്ട് വരുന്നത്. എവിടെ നമ്മുടെ പ്രധാന ഈ ഒരു സുഖവാസ കേന്ദ്രങ്ങളൊക്കെ വരുന്നുണ്ടല്ലേ. ആ മേഖലകൾ ഏതൊക്കെയാണെന്ന് പഠിച്ചു വെച്ചേക്കുക. ഏതൊക്കെയാണ്, സിംല, ഡാർജിലിംഗ്, അതുപോലെ കുളു, മണാലി അല്ലെ. ഇതൊക്കെ എന്താണ്, സുഖവാസ കേന്ദ്രങ്ങളാണ്. അപ്പൊ നമ്മുടെ എവിടെയാണ് അത് സ്ഥിതി ചെയ്യുന്നത് ചോദിച്ചാൽ ഹിമാലയത്തിലെ അതിന് മുകളിലല്ല, അവിടെ നമുക്ക് നിൽക്കാൻ പറ്റൂല. അതിന് തൊട്ട് താഴെയായിട്ട് അല്ലെ, താഴെയായിട്ട് ചെറിയ രീതിയിലുള്ള ജനവാസ മേഖലകൾ ഉണ്ട് അല്ലെ. ചെറിയ രീതിയിലുള്ള തണുപ്പായിരിക്കും. ചെറിയ രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടത്തെ മുകളിലത്തേനെ അപേക്ഷിച്ചിട്ട് കുറവായിരിക്കും. ഓക്കെ, അതെന്താണ്, അവിടുത്തെ സുഖവാസ കേന്ദ്രങ്ങളാണ്. ഓക്കെ, ടൂറിസ്റ്റ് പ്ലേസുകൾ കൂടിയാണ് അത് അല്ലെ. ഏതൊക്കെയാണ് ആ സ്ഥലങ്ങൾ എന്ന് ഓർത്ത് വെച്ചേക്കുക. ഏതൊക്കെയാണ്, സിംല, ഡാർജിലിംഗ്, കുളു, മണാലി. ഓക്കെ, ഏതൊക്കെയാണ്, സിംല, ഡാർജിലിംഗ്, കുളു, മണാലി. ഓക്കെ, പിന്നല്ലേ ഇവിടത്തെ സുഖവാസ കേന്ദ്രങ്ങൾ ഏതൊക്കെയാ നമ്മൾ പഠിച്ചു അല്ലേ. അതുപോലെ തന്നെ ഈ മേഖലയിൽ കൃഷി ചെയ്യുന്ന ഭക്ഷ്യവിളകൾ ഏതൊക്കെയാന്ന് നമ്മൾ ഓർത്ത് വെച്ചേക്കണം. അതുപോലെ കുങ്കുമപ്പൂ, അതൊക്കെ ഇവിടെ കൃഷി ചെയ്യുന്നത് ഈ മേഖലയിലാണ് അല്ലെ. അപ്പൊ ഉരുളൻകിഴങ്ങ്, ബാർലി, പിന്നെ എന്താണല്ലേ കുങ്കുമപ്പൂ, ഇതൊക്കെ കൃഷി ചെയ്യുന്നത് എവിടെയാണ്, ഈ ഒരു മേഖലയിലാണ്. അതുപോലെ തന്നെയാണ് ആപ്പിൾ, ഓറഞ്ചും മറ്റു പഴവർഗ്ഗങ്ങളൊക്കെ എവിടെ കൃഷി ചെയ്യുന്നുണ്ട്, ഈ ഒരു മേഖലയിൽ കൃഷി ചെയ്യുന്നുണ്ട്. അപ്പൊ അതും കൂടി ഓർത്ത് വെച്ചേക്കാം. ഇവിടുത്തെ പ്രധാന കൃഷികൾ എന്തൊക്കെയാണ്, ഉരുളൻകിഴങ്ങ്, അതുപോലെ ബാർലി അല്ലെ, കുങ്കുമപ്പൂ. നമുക്കറിയാലേ ജമ്മു കാശ്മീരിലൊക്കെ ധാരാളമായിട്ട് കൃഷി ചെയ്യുന്നതാണ് കുങ്കുമപ്പൂ എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് അത് ഇവിടെ നിന്ന് കൃഷി ചെയ്യാൻ പറ്റാത്തത് അല്ലെ, അവിടുത്തെ കാലാവസ്ഥയാണ്. അതിന് എന്ത് വേണം, ധാരാളം തണുപ്പ് വേണം അല്ലെ. ധാരാളം തണുപ്പ്, അവിടുത്തെ ആ ഒരു മണ്ണിന്റെ പ്രത്യേകതയും കൂടിയാണ് അത് വളരാനുള്ള സാഹചര്യം ഒരുക്കുന്നത്. ഓക്കെ, അപ്പൊ അതുപോലെ തന്നെയാണ് ഉരുളൻകിഴങ്ങ്, അതുപോലെ ബാർലി, അതൊക്കെയാണ് അവിടെ കൃഷി ചെയ്യുന്നത്. പിന്നെ എന്താണ്, പലതരം മറ്റുള്ള പൂക്കളുണ്ട്. അതുപോലെ ആപ്പിള്, ഓറഞ്ച്, അതൊക്കെ എവിടെയാണ്, ഈ ഒരു മേഖലയിലാണ് കൃഷി ചെയ്യുന്നത്. ഓക്കെ, പിന്നെ നമ്മുടെ ഹിമാലയൻ നിരകളുടെ ഏറ്റവും തെക്ക് ഭാഗത്ത് കുന്നുകൾക്ക് ഉയരം കുറവാണ് അല്ലെ. നമ്മൾ പഠിച്ചില്ലേ, ഏറ്റവും മുകളിലോട്ട് പോകുമ്പോഴാണ് ഉയരം കൂടുതൽ. പിന്നെ അവിടെ നിന്നല്ലേ നമ്മൾ ഇങ്ങോട്ടേക്ക് കിഴക്കോട്ടേക്ക് വരുമ്പോഴേക്കും എന്താണ്, ഉയരം കുറവായിരിക്കും. അതാണ് ഇവിടെ പറയുന്നത് ഹിമാലയൻ നിരകളുടെ ഏറ്റവും തെക്ക് ഭാഗം അല്ലെ. തെക്ക് ഭാഗം എന്ന് പറഞ്ഞാൽ എന്താണ്, ഇവിടെ നിന്നല്ലേ മുകളിൽ വടക്കാണ്, ഇങ്ങോട്ടേക്ക് താഴത്തേക്ക് പോകുമ്പോൾ എന്താണ്, തെക്ക് ഭാഗമാണ്. അപ്പൊ എന്താണ്, തെക്ക് ഭാഗത്തോട്ട് പോകും തോറും എന്താണ്, അവിടെ ഈ കുന്നുകൾക്ക് എന്തായിരിക്കും, ഉയരം കുറവായിരിക്കും. ഈ മേഖലയിൽ വൈവിധ്യമാർന്ന വിളകൾ കൃഷി ചെയ്യുന്നു. ഉത്തരപർവ്വത മേഖലയിൽ ഏറ്റവും ജനസാന്ദ്രത കൂടിയ മേഖല ഇതാണ്. മഞ്ഞുമൂടിയ ഹിമാലയൻ നിരകളിൽ ഉത്ഭവിക്കുന്ന നദികൾ ഒഴുകിക്കൊണ്ടുവരുന്ന മണൽ, ചെളി, ഉരുളൻ കല്ലുകൾ എന്നിവയുടെ കനത്ത നിക്ഷേപങ്ങൾ നിറഞ്ഞതാണ് ഈ ഒരു താഴ്വര മേഖല എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതിന്റെ താഴ്വര
പ്രദേശത്താണ് ഇതൊക്കെ കൃഷി ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ എന്താണ് ഇവിടെയാണ് ജനവാസ മേഖല എന്ന് പറയുന്നത്. അതിന്റെ മുകളിലോട്ട് എന്തില്ല അല്ലെ, ഈ മലനിരകൾക്ക് മുകളിലോട്ട് എന്തില്ല, ജനവാസം ഇല്ല, അവിടെ എന്താണ് നിൽക്കാൻ പറ്റില്ല അല്ലെ, ആ തണുപ്പ് കാരണം. അപ്പൊ അതിന്റെ താഴത്തോട്ടാണ് ജനവാസ മേഖലയും അതുപോലെ അവിടെയാണ് കൃഷികൾ, ഇതിനു വേണ്ട കൃഷികളൊക്കെ ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? പിന്നല്ലേ നമ്മുടെ ഉത്തരപർവ്വത മേഖലയുമായി ബന്ധപ്പെട്ട് നമുക്ക് എന്തൊക്കെ സഹായമാണ് ഈ ഒരു ഉത്തരപർവ്വത മേഖല കൊണ്ട് ഉണ്ടാകുന്നത് എന്ന് ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പൊ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നല്ലേ, കാലാവസ്ഥയെ സ്വാധീനിക്കുന്നു. ഈ ഒരു ഉത്തരപർവ്വത മേഖലയിലെ മലനിരകൾ എന്തൊക്കെയാണ് നമുക്കുള്ള സഹായം എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നെന്താണ്, നമ്മുടെ കാലാവസ്ഥയെ സ്വാധീനിക്കുന്നുണ്ട് അല്ലെ. എങ്ങനെയാണ് കാലാവസ്ഥയെ സ്വാധീനിക്കുന്നത്? ശൈത്യകാലത്തിലെ നമ്മുടെ ശൈത്യകാലത്ത് മധ്യ ഏഷ്യയിൽ നിന്ന് വീശുന്ന ശീതക്കാറ്റിനെ ഇന്ത്യയിലേക്ക് കടത്തിവിടാതെ നമ്മെ സംരക്ഷിക്കുന്നത് ഏതാണ്? ഈ ഒരു മലനിരകളാണ്. ഓക്കെ, നമ്മൾ പറഞ്ഞ ഈ ഉത്തരപർവ്വത മലനിരകൾ ഉണ്ടല്ലോ, എത്രയും ഉയരത്തിൽ കിടക്കുന്ന എന്താണ് മലനിരകളാണ്. ഇതെന്ത് ചെയ്യുന്നു, ഈ നമ്മുടെ മധ്യ ഏഷ്യയിൽ നിന്ന് വീശുന്ന അല്ലെ, മധ്യ ഏഷ്യയിൽ നിന്ന് വീശുന്ന കാറ്റുകൾ അല്ലെ, ശൈത്യ കാറ്റുകൾ എന്ത് ചെയ്യുന്നു, ഇങ്ങോട്ടേക്ക് കടക്കാതെ അല്ലെ, നമ്മുടെ ഇന്ത്യയിലോട്ട് കടത്താതെ ഇവിടെ അങ്ങ് തടഞ്ഞു നിർത്തും. ഓക്കെ, അതിനാണല്ലേ നമ്മുടെ ഈ പർവ്വതനിരകൾ ഇങ്ങനെ ഇങ്ങനെ കിടക്കുന്നത്. ഓക്കെ, വടക്ക് മുതൽ ഇങ്ങോട്ട് കിഴക്കോട്ട് വരെ ഇങ്ങനെ നീണ്ടു കിടക്കുന്ന ഈ പർവ്വതനിരകൾ എന്ത് ചെയ്യുന്നു, ഇവിടെ നിന്ന് വരുന്ന കാറ്റുകൾ അല്ലെ, ശൈത്യ കാറ്റുകൾ എന്ത് ചെയ്യുന്നു, ഇവിടേക്ക് കടത്തിവിടാതെ എന്ത് ചെയ്യുന്നു, അതിനെ തടഞ്ഞു നിർത്തുന്നു. അതുപോലെ തന്നെ മൺസൂൺ കാറ്റുകൾ തടഞ്ഞ് ഉത്തരേന്ത്യയിലുടനീളം മഴ പെയ്ക്കുന്നത് ഈ പർവ്വതനിരകളാണ്. അപ്പൊ അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യൻ സമുദ്രത്തിൽ നിന്നൊക്കെ വരുന്ന കാറ്റുകൾ എന്ത് ചെയ്യുന്നു, ഇതിലൂടെ പോയിട്ട് അങ്ങോട്ടേക്ക് കടക്കാതെ അല്ലെ, ഇതിലൂടെ പോയിട്ട് എന്ത് ചെയ്യുന്നു, അങ്ങോട്ടേക്ക് കടക്കാതെ ഇവിടെ അല്ലെ, ഇവിടെ തടഞ്ഞു നിർത്തിയിട്ട് ഇവിടെ മഴ പെയ്യാനും കൂടി ഇത് സഹായിക്കുന്നുണ്ട്. അപ്പൊ അതും മനസ്സിലാക്കി വെക്കുക. ഒന്ന് നമ്മൾ പറഞ്ഞു, ഇവിടെ നിന്ന് വരുന്ന കാറ്റുകളെ തടഞ്ഞു നിർത്തിയിട്ടില്ലേ, ശൈത്യ കാറ്റുകളെ ഇങ്ങോട്ട് തടഞ്ഞു നിർത്തുന്നു. പിന്നെ ഇവിടെ നിന്ന് വരുന്ന കാറ്റുകൾ എന്ത് ചെയ്യുന്നു, ഇവിടെ തന്നെ മഴ പെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടില്ലേ, അങ്ങോട്ടേക്ക് കടത്താതെ ഇവിടെ മഴ പെയ്യിപ്പിക്കാനായിട്ടൊക്കെ സഹായിക്കുന്നത് ഏതാണ്, നമ്മുടെ ഉത്തരപർവ്വത മേഖലയാണ്. അടുത്തത് പിന്നെ എന്താ, പ്രകൃതിദത്തമായ കോട്ട എന്നും ഇത് അറിയപ്പെടുന്നുണ്ട് അല്ലെ. നമ്മുടെ ഉത്തരപർവ്വത മേഖല എന്ത് പറയുന്നുണ്ട്, പ്രകൃതിദത്തമായ കോട്ട എന്ന് പറയുന്നുണ്ട്. എന്തുകൊണ്ട് അങ്ങനെ ഒരു കോട്ട എന്ന് പറയുന്നത്? കോട്ട എന്തിനാ നമ്മൾ ഉണ്ടാക്കാറ് അല്ലെ? നമ്മുടെ ഹിസ്റ്ററിയിലൊക്കെ പഠിക്കുമ്പോൾ ഒരുപാട് കോട്ടകൾ പഠിക്കുന്നുണ്ട് അല്ലെ. അതായത് മറ്റുള്ള ആൾക്കാരിൽ നിന്നുള്ള എന്താ യുദ്ധങ്ങളിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് കോട്ടകളൊക്കെ നിർമ്മിക്കുന്നത് അല്ലെ, എങ്ങോട്ടേക്ക് കടക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ അല്ലേ, പുരാതന കാലം മുതൽ തന്നെ അല്ലേ, വടക്ക് പടിഞ്ഞാറ് നിന്നുള്ള ആക്രമണം അല്ലെ, നമുക്കറിയാം വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് നിന്നുള്ള ആക്രമണത്തിൽ നമുക്കൊരു പരിധി വരെ അല്ലേ നമ്മളെ രക്ഷിക്കുന്നത് ഏതാണ്, ഈ ഒരു പർവ്വത നിരകളാണ്. കാരണം എന്താ, അവർക്ക് അത് താണ്ടി ഇങ്ങോട്ടേക്ക് വരാൻ പറ്റില്ല. അപ്പൊ അതും എന്താണ്, ഒരു പ്രകൃതിദത്തമായ കോട്ട എന്നൊക്കെ പണ്ടുകാലം മുതൽ അറിയപ്പെടുന്നുണ്ട്. അപ്പൊ അത് മനസ്സിലാക്കി വെക്കുക. പിന്നെ നമ്മൾ ലാസ്റ്റ് പറഞ്ഞത് ഏതാണ്, നദികളെ പറ്റിയിട്ടാണ് അല്ലെ. എല്ലാ നദികളും ഉത്ഭവിക്കുന്നത് മലനിരകളുടെ മുകളിൽ നിന്നാണ്. നമ്മുടെ ഉത്തരപർവ്വത മേഖലയിൽ നിന്നാണ് നമ്മുടെ പ്രധാന നദികളായ സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര ഒക്കെ ഉത്ഭവിക്കുന്നത്. അപ്പൊ അതും കൂടി മനസ്സിലാക്കി വെക്കുക. അപ്പൊ എന്തൊക്കെയാണ് നമ്മുടെ ഈ ഒരു ഉത്തരപർവ്വത മേഖല കൊണ്ടുള്ള ഗുണങ്ങൾ എന്ന് പറഞ്ഞത് എന്താണ്? ഒന്ന് അല്ലെ, നമ്മുടെ മധ്യ ഏഷ്യയിൽ നിന്ന് ഇങ്ങോട്ട് വരുന്ന കാറ്റുകളിലെ ശൈത്യ കാറ്റാണ്. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, നമുക്ക് ഇങ്ങോട്ട് കടത്തി കഴിഞ്ഞ പ്രശ്നമാണ്. അപ്പൊ ഈ ശൈത്യ കാറ്റുകൾ എന്ത് ചെയ്യുന്നു, ഈ ഒരു പർവ്വതനിര അവരെ തടഞ്ഞു നിർത്തും. ഓക്കെ, പിന്നെന്താണ്, നമ്മുടെ അല്ലെ മറ്റ് മൺസൂൺ കാറ്റുകളെ അങ്ങോട്ടേക്ക് കടത്തിവിടാതെ അല്ലെ, അതിന്റെ അപ്പുറത്തേക്ക് കടത്തിവിടാതെ ഇവിടെ തന്നെ മഴ പെയ്യിപ്പിക്കാനൊക്കെ സഹായിക്കുന്നതും ഏതാണ്, ഈ ഒരു ഉത്തരപർവ്വത മേഖലയാണ്. പിന്നല്ലേ, പ്രകൃതിദത്തമായ കോട്ട എന്നൊക്കെ പറയാൻ കാരണം എന്താണ് അല്ലെ, വടക്ക് പടിഞ്ഞാറ് നിന്നുള്ള ശത്രുക്കളുടെ ആക്രമണങ്ങളിൽ നിന്നൊക്കെ രക്ഷിക്കുന്നത് ഏതാണ്, ഈ ഒരു കോട്ടയാണ് അല്ലെ. അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ശത്രുക്കൾക്ക് ഇങ്ങോട്ടേക്ക് ഈ ഒരു വഴി കടന്നു വരാൻ പറ്റില്ല. അപ്പൊ അതൊക്കെ പണ്ട് മുതലാണ് കേട്ടോ അങ്ങനെയൊക്കെ പറയുന്നത്. ഇന്നിപ്പോ പല സാഹചര്യം ഉണ്ടല്ലേ കടന്നു വരാനായിട്ട്. ഇത് പണ്ട് മുതൽ ഇങ്ങനെ ഈ ഒരു പ്രകൃതിദത്തമായ കോട്ട എന്നൊക്കെയാണ് അറിയപ്പെടുന്നത്. അതുപോലെ പിന്നെ പറഞ്ഞതാണ് നദികളുടെ ഉത്ഭവ പ്രദേശം അല്ലെ. പ്രധാന നമ്മുടെ ഹിമാലയൻ നദികളായാലേ സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര ഒക്കെ ഉത്ഭവിക്കുന്നത് എവിടെ നിന്നാണ്, നമ്മുടെ ഈ ഒരു ഉത്തരപർവ്വത മേഖലയിൽ നിന്നാണ്. അപ്പൊ അതൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കാം. ഇനിയില്ലേ, നമ്മുടെ ഉത്തരപർവ്വത മേഖല കഴിഞ്ഞ തൊട്ടടുത്തതാണല്ലേ നമ്മൾ പഠിച്ചുല്ലേ, ആരാണ് കിടക്കുന്നത്, ഉത്തര മഹാസമതലം അല്ലേ. ഉത്തര മഹാസമതലം നമ്മൾ പറഞ്ഞില്ലേ, എങ്ങനെയാ ഉത്തര മഹാസമതലം ഉണ്ടായത്, ഉത്തരപർവ്വത മേഖലയിൽ നിന്ന് ഉത്ഭവിച്ചു വരുന്ന നദികൾ എന്ത് ചെയ്യുന്നു അല്ലെ, അവര് ഉത്ഭവിച്ചു വരുമ്പോൾ അവരെ കൂടെ ആരൊക്കെ ഉണ്ട് അല്ലെ, ചെറിയ കല്ലുകളും അതുപോലെ മണൽത്തരികളും ചെളികളും എല്ലാം കൂടി വഹിച്ചുകൊണ്ടാണ് വരിക അല്ലെ. അതെങ്ങനെയാ അവർ വഹിച്ചുകൊണ്ട് വരാൻ കാരണം, നമുക്കറിയില്ല, സ്ഥിരമായിട്ട് ഇങ്ങനെ നദി ഒഴുകിക്കൊണ്ട് വരികയല്ലേ. നദി ഒഴുകിക്കൊണ്ട് വരുമ്പോൾ പല പാറകളും, വലിയ വലിയ പാറകളും ചെറിയ ഓരോ ഇതൊക്കെ ഉണ്ടാവും. അതിനൊക്കെ തഴുകിയിട്ടാണ് ഇത് ഇങ്ങനെ വരുന്നത്. ഇത് സ്ഥിരമായിട്ട് ഇങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യുന്നു, ഇവർക്ക് അപക്ഷയം സംഭവിക്കും. വലിയ വലിയ പാറകൾക്കൊക്കെ എന്ത് സംഭവിക്കും, അപക്ഷയം. അതായത് അപക്ഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, പൊടിയാനായിട്ട് തുടങ്ങും. ഓക്കെ, ഇതൊക്കെ പൊടിയാനായിട്ട് തുടങ്ങും. സ്ഥിരമായിട്ട് ഇങ്ങനെ വെള്ളത്തിലൂടെ ഇങ്ങനെ പോകുമ്പോൾ ഇതൊക്കെ പൊടിയാനായിട്ട് തുടങ്ങും. അപ്പൊ ഈ പൊടിഞ്ഞ ചെറിയ ചെറിയ കഷ്ണങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ നദി ഇതിന്റെ കൂടെ അങ്ങ് കൊണ്ടുവരും. ഇങ്ങനെ ഇതൊക്കെ കൊണ്ടുവന്നിട്ടാണ് എന്താവുന്നത്, ഈ ഒരു സമതല അല്ലെ, ഇവിടെ ഇത് സമതല പ്രദേശമാണ്. സമതല പ്രദേശത്തിലെ എത്തുമ്പോൾ എന്ത് ചെയ്യും, അതിന്റെ സ്പീഡൊക്കെ കുറയൂലേ, അവിടെ നിർത്തും അല്ലെ. അവിടെ നിന്ന് അങ്ങോട്ട് മെല്ലെ ഒഴുകാൻ തുടങ്ങുക. അപ്പൊ എന്ത് ചെയ്യും, ഇവിടെ ഇവര് വഹിച്ചു കൊണ്ടുവരുന്ന
വലിച്ചു കൊണ്ടുവരുന്ന കല്ലും ചളിയും എല്ലാം എന്ത് ചെയ്യുന്നു ഇവിടെ അങ്ങ് നിക്ഷേപിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു സമതലം തന്നെ രൂപപ്പെട്ടിട്ടുള്ളത്. അവിടെ നമ്മൾ പറഞ്ഞുല്ലേ എന്താണ് ഏറ്റവും കൂടുതൽ എക്കൽ മണ്ണാണ് അല്ലെ നമ്മുടെ ഉത്തര മഹാസമതലത്തിൽ. അതെന്തിനാണ് നമ്മുടെ കൃഷിക്കൊക്കെ ഏറ്റവും അനുയോജ്യമായതാണ്. അതുകൊണ്ടാണ് ഇതിനെ എന്ത് പറയുന്നത് ഭക്ഷ്യ കലവറ എന്നൊക്കെ ഈ ഒരു പ്രദേശത്തേക്ക് അറിയപ്പെടുന്നത്. അതൊക്കെ ഒന്ന് മനസ്സിലാക്കുക. പിന്നല്ലേ നമ്മുടെ ഈ ഉത്തര മഹാസമതലം എന്ന് പറയുന്നത് ഏതൊക്കെ ഭാഗങ്ങളിലാണെന്നും കൂടി എന്ത് ചെയ്യുക നമുക്കൊരു ഐഡിയ ഉണ്ടാവണം. ഏതൊക്കെയാണ് നമ്മുടെ രാജസ്ഥാനിലെ നമ്മുടെ വടക്ക് പടിഞ്ഞാറ് കിടക്കുന്ന രാജസ്ഥാൻ മുതൽ അങ്ങോട്ട് പഞ്ചാബ്, ഹരിയാന, ഉത്തർപ്രദേശ്, ബീഹാർ, അതായത് ഏറ്റവും മുകളിൽ നിന്ന് താഴോട്ടേക്ക് വരുന്ന ഭാഗങ്ങളൊക്കെ അല്ലെ പഞ്ചാബ്, ഹരിയാന, ബീഹാർ, പശ്ചിമ ബംഗാളിലെ കുറെ ഭാഗങ്ങളും ഇതൊക്കെയാണ് നമ്മുടെ ഉത്തര മഹാസമതലത്തിൽ ഉൾപ്പെടുന്നത്. സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര എന്നീ നദികളും അവയുടെ പോഷക നദികളും ഒഴുക്കിക്കൊണ്ടുവരുന്ന എക്കൽ മണ്ണ് നിക്ഷേപിക്കപ്പെട്ടാണ് ഈ ഒരു സമതലം രൂപം കൊണ്ടിട്ടുള്ളത്. ഓക്കെ, അതുകൊണ്ട് ഈ ഒരു സമതലത്തെ നമ്മൾ എന്ത് പേരിലും കൂടി അറിയപ്പെടുന്നുണ്ട് സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര സമതലം എന്നൊക്കെ നമ്മൾ പറഞ്ഞു അല്ലേ. ക്ലിയർ അല്ലേ. പിന്നെ ഇവിടുത്തെ പ്രധാന കൃഷികൾ ഏതൊക്കെയാന്ന് ഓർത്ത് വെക്കുക. ഏതൊക്കെയാണ് ഗോതമ്പ്, ചോളം, നെല്ല്, കരിമ്പ്, പരുത്തി, പയറുവർഗ്ഗങ്ങളൊക്കെയാണ് ഇവിടുത്തെ പ്രധാന കൃഷി അല്ലേ. ധാരാളം കൃഷി ചെയ്യുന്നതൊക്കെ മേഖല ഏതാണ് നമ്മുടെ ഉത്തര മഹാസമതലമാണ്. ഓക്കെ, പിന്നെ നമുക്ക് നോക്കാനുള്ള പീഠഭൂമിയിലോട്ട് ഇതൊക്കെ കൃഷിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഒന്ന് ജസ്റ്റ് വായിച്ചാൽ മതി. പിന്നെ നമ്മൾ പീഠഭൂമിയുമായി ബന്ധപ്പെട്ട് നമ്മൾ പറഞ്ഞുല്ലേ പീഠഭൂമി എന്താന്ന് നമ്മൾ പറഞ്ഞുല്ലേ. അതായത് ചുറ്റുപാട് അപേക്ഷിച്ചിട്ട് അവിടെ എന്താ ഉയരമേറിയ പ്രദേശമായിരിക്കും. അതിന്റെ മുകൾ ഭാഗം എങ്ങനെയായിരിക്കും അല്ലെ നിരപ്പായതായിരിക്കും അല്ലെ. അതാണ് ഇതിന്റെ പ്രത്യേകത പീഠഭൂമി എന്ന് പറയുന്നത് അല്ലെ. വിശാലമായ ഒരു പീഠഭൂമി പ്രദേശത്തേക്കാണ് അല്ലെ നമ്മൾ നോക്കാം ഏതൊക്കെ സംസ്ഥാനങ്ങളാണ് ഈ ഒരു പീഠഭൂമിയിൽ വരുന്നത്. മധ്യപ്രദേശ് വരുന്നുണ്ട്, അതുപോലെ ജാർഖണ്ഡ് വരുന്നുണ്ട്, ഛത്തീസ്ഗഡ് എന്നീ സംസ്ഥാനങ്ങൾ, അതുപോലെ നമ്മുടെ കർണാടക, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, ഒഡീഷ, പശ്ചിമ ബംഗാൾ എന്നീ സംസ്ഥാനങ്ങളുടെ ചില ഭാഗങ്ങളും ഉൾപ്പെടുന്നതാണ് പീഠഭൂമി എന്ന് പറയുന്നത്. ഓക്കെ, നിങ്ങൾ ഇതൊക്കെ കാണാതെ പഠിക്കുന്ന വേണ്ട, നിങ്ങൾക്ക് ഒരു ഐഡിയ ഉണ്ടാക്കി എടുത്താൽ മതിട്ട് ആ ഒരു ഭാഗം ഏതൊക്കെ ഒരു ഭാഗം നമ്മുടെ സെൻട്രൽ ആയിട്ടുള്ള ഇന്ത്യയുടെ മധ്യഭാഗത്തായിട്ട് വരുന്ന മധ്യഭാഗത്ത് നിന്ന് ഇങ്ങോട്ടേക്ക് താഴോട്ടേക്ക് അല്ലെ തെക്കൻ സംസ്ഥാനങ്ങളൊക്കെ വരുന്നുണ്ട്. കുറച്ച് ഭാഗങ്ങൾ മാത്രമാണ്. അപ്പൊ അതൊന്ന് മനസ്സിലാക്കി വരാം അല്ലെ. ഏതൊക്കെയാണ് നമ്മുടെ മധ്യപ്രദേശ്, ജാർഖണ്ഡ്, ഛത്തീസ്ഗഡ്, അതുപോലെ കർണാടക, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, ഒഡീഷ മറ്റുള്ള സംസ്ഥാനങ്ങളിലെ കുറച്ച് ഭാഗങ്ങളൊക്കെ എന്താണ് ഈ ഒരു പീഠഭൂമിയുടെ ഭാഗമാണ്. ഓക്കെ, നമ്മുടെ ഉപദ്വീപീയ പീഠഭൂമിയുടെ ഭാഗമാണ് എന്ത് ഡക്കാൻ പീഠഭൂമി എന്ന് പറയുന്നത് അല്ലെ. ഈ പീഠഭൂമിയുടെ മിക്ക ഭാഗങ്ങളും പണ്ടെന്നോ ഒഴുകി പരന്ന ലാവ തണുത്തുറഞ്ഞിട്ടാണ് രൂപം കൊണ്ടിട്ടുള്ളത് കേട്ടോ. അപ്പൊ അത് ചോദിക്കാം അല്ലെ. ഈ ഒരു ഡക്കാൻ പീഠഭൂമി രൂപം കൊണ്ടത് എങ്ങനെയാണ് ലാവ അല്ലെ. ലാവ തണുത്തുറഞ്ഞിട്ടാണ് ഉണ്ടായിട്ടുള്ളത്. ഈ ലാവ പൊടിഞ്ഞിട്ടാണ് എന്ത് രൂപപ്പെടുന്നത് ഏത് മണ്ണ് രൂപപ്പെടുന്നത് നമ്മുടെ കറുത്ത മണ്ണ് അല്ലെ. നമ്മുടെ പരുത്തി കൃഷിക്ക് അനുയോജ്യമായിട്ടുള്ള കറുത്ത മണ്ണ് രൂപപ്പെടുന്നത് എങ്ങനെയാണ് ചോദിച്ചാൽ ഈ ഒരു ലാവ അല്ലെ. ലാവ പൊടിഞ്ഞിട്ട്. ഓക്കെ, അപ്പൊ ലാവ തണുത്തുറഞ്ഞ് രൂപം കൊള്ളുന്നതാണ് എന്ത് നമ്മുടെ പീഠഭൂമിയിലെ ഡക്കാൻ പീഠഭൂമി എന്ന് പറഞ്ഞു. അതിലെ അത് പൊടിഞ്ഞുണ്ടാവുന്നതാണ് എന്താ നമ്മുടെ കറുത്ത മണ്ണെന്ന് പറഞ്ഞു അല്ലെ. ഈ കറുത്ത മണ്ണാണ് എന്തിന് അനുയോജ്യം നമ്മുടെ പരുത്തി കൃഷിക്കൊക്കെ അനുയോജ്യമായിട്ടുള്ളത്. ഓക്കെ, പിന്നെ അതുപോലെ വിന്ധ്യ, സത്പുര, ആരവല്ലി, പശ്ചിമഘട്ടം, പൂർവ്വഘട്ടം എന്നീ പർവ്വതനിരകളും ഉപദ്വീപീയ പീഠഭൂമിയുടെ ഭാഗമാണ്. നമ്മൾ പറഞ്ഞില്ലേ ആദ്യം മുതലേ പറഞ്ഞില്ലേ. അതായത് പ്രധാന ഉയരമേറിയ പർവ്വതനിരകളായ പർവ്വതനിരകളൊക്കെ എവിടെയാണ് നമ്മുടെ ഉത്തരപർവ്വത മേഖലയിലാണ് കാണപ്പെടുന്നത് അല്ലെ. പിന്നീട് അവിടുന്ന് അങ്ങോട്ടല്ലേ ഉപദ്വീപീയ പീഠഭൂമിയിലും മറ്റത്രയും ഉയരമില്ലെങ്കിലും മറ്റു പർവ്വതനിരകളൊക്കെ കാണപ്പെടുന്നുണ്ട്. അതാണ് ഏതൊക്കെ വിന്ധ്യ വരുന്നുണ്ട് അല്ലെ. വിന്ധ്യ, സത്പുര, അതുപോലെ നമ്മുടെ ആരവല്ലി, പശ്ചിമഘട്ടം, പൂർവ്വഘട്ടം ഇതൊക്കെ എന്താണ് നമ്മുടെ ഉപദ്വീപീയ പീഠഭൂമിയുടെ ഭാഗമാണ്. അതുകൊണ്ടാണല്ലേ കേരളത്തിലെ ആനമുടിയെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല കഴിഞ്ഞ ഒരു ക്ലാസ്സിൽ. എന്താണ് ഏറ്റവും ഉയരം അല്ലെ. അതായത് ഉപദ്വീപീയ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ ഭാഗം എന്ന് ചോദിച്ചാൽ അത് ഏതാണ് നമ്മുടെ ആനമുടിയാണ്. അതും കൂടി ഓർത്ത് വെച്ചേക്കുക. ഓക്കെ, അപ്പൊ ഇവിടെ ഉപദ്വീപീയ പീഠഭൂമിയിൽ കാണപ്പെടുന്ന മറ്റ് പർവ്വതനിരകൾ ഏതൊക്കെയാണ് വിന്ധ്യ ഉണ്ട്, സത്പുര ഉണ്ട്, ആരവല്ലി ഉണ്ട്, പശ്ചിമഘട്ടം ഉണ്ട്, പൂർവ്വഘട്ടം ഒക്കെ ഉണ്ട്. എന്നാൽ നമ്മുടെ ആനമുടിക്ക് എന്താ പ്രത്യേകത അത് നമ്മുടെ അല്ലെ ഉപദ്വീപീയ പീഠഭൂമിയിലെ അല്ലെങ്കിൽ ഏറ്റവും ഉപദ്വീപീയ ഇന്ത്യയിൽ തന്നെ ഏറ്റവും ഉയരമേറിയ പർവ്വതനിരയാണ്. അതൊന്ന് ഓർത്ത് വെച്ചേക്കുക. അത് നമ്മുടെ കേരളത്തിലാണ്. ഓക്കെ, പിന്നെ ഇവിടെ അല്ലെ പീഠഭൂമിയെ സംബന്ധിച്ചിടത്തോളം അവിടെ അല്ലെ മെയിൻ ആയിട്ട് എന്താണ് ധാതു നിക്ഷേപമാണ്. ഓക്കെ അല്ലെ. നമ്മുടെ പ്രധാനമായിട്ടുള്ള ധാതുക്കൾ ഏതൊക്കെയാ കൽക്കരി, ഇരുമ്പയിര്, മാഗ്നീസ്, ബോക്സൈറ്റ്, ചുണ്ണാമ്പുകല്ല് ഇതൊക്കെ ധാരാളമായിട്ട് എവിടെയാണ് ഉള്ളത് നമ്മുടെ ഈ ഒരു ഉപദ്വീപീയ പീഠഭൂമിയിലാണ്. ഓക്കെ, അപ്പൊ ഉപദ്വീപീയ പീഠഭൂമിയിൽ മെയിൻ ആയിട്ട് എന്താണ് ഖനനമാണ് നടക്കുന്നത് അല്ലെ. എന്തിന്റെ ധാതുക്കളുടെ അല്ലെ. അപ്പൊ ഏതൊക്കെയാ ധാതുക്കൾ ചോദിച്ചാൽ കൽക്കരി, ഇരുമ്പയിര്, മാഗ്നീസ്, ബോക്സൈറ്റ്, ചുണ്ണാമ്പുകല്ല്. അപ്പൊ അത്തരം ധാതു നിക്ഷേപങ്ങളുടെ ഒരു കലവറയാണ് ഇവിടെ ഉപദ്വീപീയ പീഠഭൂമി എന്ന് പറഞ്ഞു. ഇതിൽ നമ്മുടെ ഭക്ഷ്യ കലവറ എന്ന് പറഞ്ഞത് ഏത് ഭാഗത്തെയാണ് ധാതു കലവറ എന്ന് പറയുന്നത് നമ്മുടെ ഉപദ്വീപീയ പീഠഭൂമിയാണെങ്കിൽ ഭക്ഷ്യ കലവറ എന്ന് പറയുന്നത് ഏതാണ്
അല്ലേ നമ്മുടെ മുകളിലോട്ട് പോകുമ്പോൾ അല്ലേ നമ്മുടെ ഉത്തര മഹാസമതലമാണ്. ഓക്കെ അല്ലേ, അവിടുത്തെ എക്കൽ മണ്ണ് ആ ഒരു കൃഷിക്കൊക്കെ അനുയോജ്യമായതുകൊണ്ട് തന്നെ അവിടെ ധാരാളമായിട്ട് കൃഷി ചെയ്യുന്നു. അതുകൊണ്ടാണ് ആ ഒരു മേഖല എന്തായിട്ട് പറയുന്നത് നമ്മുടെ ഭക്ഷ്യ കലവറ എന്നൊക്കെ അറിയപ്പെടുന്നത്. എന്നല്ലേ നമ്മുടെ ഉപദ്വീപീയ പീഠഭൂമിയിലോട്ട് വന്നു കഴിഞ്ഞാൽ അവിടെ ധാരാളമായിട്ട് ധാതുക്കളുടെ ഖനനമുണ്ട് അല്ലേ, അവിടെ ധാരാളം ധാതുക്കളുടെ നിക്ഷേപമുണ്ട് അല്ലേ. ഏതൊക്കെയാണ് നമ്മുടെ പ്രധാനമായിട്ടുള്ള കൽക്കരിയും ഇരുമ്പയിരും അതുപോലെ മാംഗനീസും ബോക്സൈറ്റും ഒക്കെ ധാരാളം ഉള്ളത് എവിടെയാണ്, ഈ ഒരു ഉപദ്വീപീയ പീഠഭൂമിയിലാണ്. അതുകൊണ്ട് തന്നെ ധാതു നിക്ഷേപങ്ങളുടെ കലവറ കൂടിയാണ് ഏത്, നമ്മുടെ ഉപദ്വീപീയ പീഠഭൂമി. അതും കൂടി ഒന്ന് പഠിച്ചു വെച്ചേക്കാം. ക്ലിയർ അല്ലേ, ഇത്രയും പറഞ്ഞതൊക്കെ ക്ലിയർ അല്ലേ? ഇനിയില്ലേ നമ്മുടെ ഉപദ്വീപീയ പീഠഭൂമിയുമായി ബന്ധപ്പെട്ടിട്ട് അല്ലേ അവിടെ നിന്നും എന്ത് ചെയ്യുന്നുണ്ട്, നദികൾ ഉത്ഭവിക്കുന്നുണ്ട് അല്ലേ, അവിടെ എന്താണ് പർവ്വത നിരകളുണ്ട്. അപ്പൊ അവിടെ നിന്നും എന്ത് ചെയ്യുന്നുണ്ട്, നദികൾ ഉത്ഭവിക്കുന്നുണ്ടല്ലേ. അപ്പൊ സിന്ധു ഗംഗ ബ്രഹ്മപുത്ര ഒക്കെ നമ്മുടെ ഉത്തര പർവ്വത മേഖലയിൽ നിന്നാണ് ഉത്ഭവിക്കുന്നതെങ്കിൽ ബാക്കിയുള്ള അല്ലേ ഗോദാവരി, മഹാനദി, കൃഷ്ണ, കാവേരി, നർമ്മദ, താപ്തി തുടങ്ങിയ നദികളൊക്കെ നമ്മുടെ ഉപദ്വീപീയ പീഠഭൂമിയിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. അതും കൂടി എന്ത് ചെയ്യുക, പഠിച്ചു വെച്ചേക്കുക. ഓക്കെ, ഇനി നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് തീരസമതലങ്ങളിലോട്ടാണ് അല്ലേ. അതായത് നമ്മുടെ തീരപ്രദേശവുമായി ബന്ധപ്പെട്ട് നമ്മൾ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാം. പടിഞ്ഞാറൻ സമതലത്തിന് വീതി കിഴക്കൻ സമതലത്തെ അപേക്ഷിച്ചിട്ട് കുറവാണ്. ഈ സമതലത്തിന്റെ ഭാഗമായ കേരള തീരത്ത് നിരവധി കായലുകളുണ്ട്. നെല്ല്, തെങ്ങ് എന്നിവ പടിഞ്ഞാറൻ തീരത്തെ പ്രധാന കാർഷിക വിളകളാണ്. ഓക്കെ, ഇതിന്റെ ഒരു പിക്ചർ ഉണ്ട്. ഓക്കെ, നമുക്ക് പിക്ചർ നോക്കിയിട്ട് പറഞ്ഞുതരാം ഒന്നും കൂടി. അല്ലെ, ഇവിടെ റെഡ് കളറിൽ കാണപ്പെടുന്നത് ഇന്ത്യയുടെ ഒരു ഭൂപ്രകൃതിയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നമ്മൾ ഇത്രയും പഠിച്ച കാര്യങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതൊന്ന് നോക്കാം അല്ലെ. നമ്മൾ ആദ്യം പറഞ്ഞത് ഏതാണ്, ഉത്തരപർവ്വത മേഖലയാണ് അല്ലെ. അതാണ് ഈ റെഡ് കളറിൽ കാണുന്നതാണ് അല്ലെ ഉത്തരപർവ്വത മേഖല എന്ന് പറഞ്ഞത്. അതായത് ഇവിടുന്ന് ഇങ്ങോട്ടില്ലേ വടക്ക് കിഴക്കോട്ടേക്ക് പോകുമ്പോഴേക്കും എന്താണ് ഇവിടെ ഉയരം കുറഞ്ഞു കുറഞ്ഞു വരും അല്ലെ. നമ്മുടെ ഇതിന്റെ പർവ്വത നിരകളുടെ ഉയരം എന്തായിരിക്കും, കുറഞ്ഞിട്ടാണ് വരിക. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് ഈ റെഡ് കളറിൽ കാണുന്നതാണ് ഉത്തരപർവ്വത മേഖല എന്ന് പറഞ്ഞു അല്ലെ. പിന്നെ അല്ലേ അതിന് തൊട്ട് താഴെയാണ് ആര് കിടക്കുന്നത്, ഈ പച്ച കളറിൽ കാണപ്പെടുന്ന ഭാഗമാണ് ഉത്തര മഹാസമതലം എന്ന് പറഞ്ഞു. ഈ ഉത്തര മഹാസമതലം എന്ന് പറഞ്ഞാൽ എന്താ, ഈ ഉത്തരപർവ്വത മേഖലയിൽ നിന്നുള്ള നദികളൊക്കെ ഉത്ഭവിച്ച് എങ്ങോട്ടേക്കാണ് വരുന്നത്, ഈ ഒരു താഴ്വര പ്രദേശത്തോട്ടാണ് വരുന്നത്. അപ്പൊ ഇവിടെ എന്തെയ്യുന്നു, അവിടെ അവർ ഉത്ഭവിച്ച് അവർ ഒഴുക്കി കൊണ്ടുവരുന്ന എല്ലാ അല്ലെ മണ്ണും കല്ലും എല്ലാം കൂടി ചേർന്നിട്ടല്ലേ എല്ലാതും കൂടി ഇവിടെ നിക്ഷേപിച്ചിട്ടാണ് ഈ ഒരു ഉത്തര മഹാസമതലം രൂപപ്പെട്ടിട്ടുള്ളത്. ഇതെന്താണ്, നിരപ്പായ പ്രദേശമാണ്. ഓക്കെ, അതിന് തൊട്ട് താഴെയാണല്ലേ ഈ ഒരു ഭാഗത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്, നമ്മുടെ ധാരാളം കൃഷിയൊക്കെ നടക്കുന്നത് ഇവിടെയാണ്. ഓക്കെ, അതാണ് ഇവിടെ പച്ച കളറിലൊക്കെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ നിന്നാണ് ധാരാളം കൃഷി നടത്തുന്നതൊക്കെ ഇവിടെയാണ്. നമുക്ക് വേണ്ടിയുള്ള ഇന്ത്യക്ക് വേണ്ടിയുള്ള പ്രധാന ഭക്ഷ്യ സ്രോതസ്സൊക്കെ ഇവിടെ നിന്നാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. പിന്നെ അല്ലേ അതിന് തൊട്ട് താഴത്തോട്ടായിട്ട് ഈ കളറിൽ കാണപ്പെടുന്നതാണ് എന്ത്, പോയാ ഓക്കെ അല്ലെ. അപ്പൊ ഇതിന് തൊട്ട് ഉത്തര മഹാസമതലത്തിന് തൊട്ട് താഴെ കാണപ്പെടുന്ന ഈ ഒരു ഭാഗമാണ് എന്തെന്ന് പറയുന്നത്, നമ്മുടെ ഉപദ്വീപീയ പീഠഭൂമി എന്ന് പറയുന്നത്. ഓക്കെ, ഇതിന്റെ കുറച്ച് ഭാഗങ്ങൾ ഇങ്ങോട്ടേക്കും വരുന്നുണ്ട്. അപ്പൊ ഉപദ്വീപീയ പീഠഭൂമിയാണ് അല്ലെ, അതൊന്ന് മനസ്സിലാക്കി വെക്കുക. അത് എവിടെയാണെന്ന് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കറക്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് അല്ലെ. ഇവിടെ നിന്ന് ഇങ്ങോട്ട് അല്ലെ, നമ്മൾ ഇവിടുന്ന് പറഞ്ഞ പ്രധാന സംസ്ഥാനങ്ങളൊക്കെ എന്താണ് ഈ ഉപദ്വീപീയ പീഠഭൂമിയുടെ ഭാഗമാണ്. ഓക്കെ, അപ്പൊ ഏതാണ് ഈ ഒരു കളറിൽ കാണുന്നതൊക്കെ എന്താണ്, ഉപദ്വീപീയ പീഠഭൂമിയാണ് അല്ലെ. നമ്മൾ ഇങ്ങോട്ടേക്ക് പറഞ്ഞല്ലേ, അതായത് നമ്മുടെ കർണാടകത്തിന്റെ അതുപോലെ തമിഴ്നാടിന്റെ ഒക്കെ സംസ്ഥാനങ്ങളുടെ കുറച്ച് ഭാഗങ്ങൾ എന്തുണ്ട്, നമ്മുടെ ഈ ഒരു പീഠഭൂമിയുടെ ഭാഗമാണ്. അപ്പൊ അതൊന്ന് മനസ്സിലാക്കി വെക്കുക. പിന്നെ അടുത്തൊരു ഭൂപ്രകൃതി പറഞ്ഞത് ഏതാണ്, നമ്മുടെ തീരപ്രദേശമാണ് അല്ലെ. ഈ വെള്ള കളറിൽ കാണപ്പെടുന്ന ഈ ഒരു ഭാഗമാണ് എന്ത്, നമ്മുടെ ഇന്ത്യയുടെ തീരപ്രദേശം എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ നമുക്ക് അല്ലെ ഇപ്പൊ പറഞ്ഞ കാര്യമാണ് പറയുന്നത്. അതായത് ഈ ഒരു തീരപ്രദേശം അല്ലെ ഇവിടെ നിന്ന് ഇങ്ങോട്ടും വരുന്നുണ്ട്, ഇവിടെ നിന്ന് അങ്ങോട്ടും പോകുന്നുണ്ട് അല്ലെ. ഇതിൽ ഏതിനാണ് വീതി കൂടുതൽ, ഇതിൽ ഏത് ഭാഗത്താണ് വീതി കൂടുതൽ അല്ലെ, നമ്മൾ കണ്ടാൽ തന്നെ മനസ്സിലാവൂലേ. ഈ ഒരു അല്ലെ അതായത് കിഴക്കൻ തീരസമതലം അല്ലെ, ഈ ഭാഗം ഏതാണ്, കിഴക്കാണ് അല്ലെ. ഈ ഭാഗം എന്താണ്, പടിഞ്ഞാറാണ്, നമ്മൾ പഠിച്ചു. അപ്പൊ ഈ ഭാഗത്തുള്ള കിഴക്ക് ഭാഗത്ത് എന്താണ്, ഈ തീരസമതലത്തിന് വീതി കൂടുതലാണ്. നമ്മുടെ കേരളം ഉൾപ്പെടുന്ന അല്ലെ പടിഞ്ഞാറൻ തീരസമതലത്തിന് എന്താണ്, വീതി കുറവാണ്. നമ്മുടെ ഈ പടിഞ്ഞാറൻ തീരസമതലത്തിലാണ് ധാരാളം കായലുകൾക്കും അതുപോലെ അഴിമുഖങ്ങളൊക്കെ കാണപ്പെടുന്നത് എവിടെയാണ്, ഈ ഒരു ഭാഗത്താണ് കേട്ടോ. അപ്പൊ അതും ചോദിക്കാറുണ്ട്. നമ്മുടെ പടിഞ്ഞാറൻ തീരസമുദ്രത്തിലാണ് ധാരാളം എന്ത് കാണപ്പെടുന്നത്, കായലുകളും അതുപോലെ അഴിമുഖങ്ങളൊക്കെ കാണപ്പെടുന്നത്. ഈ ഭാഗത്ത് കാണപ്പെടുന്നത് എന്താണ്, ഡെൽറ്റകളാണ് കേട്ടോ. അതും കൂടി മനസ്സിലാക്കി വെക്കുക, എന്താണ്, ഡെൽറ്റകളാണ്. ഓക്കെ, ഡെൽറ്റകൾ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയില്ലേ, അതായത് ഇപ്പൊ ഇവിടെ നിന്നല്ലേ ഒരുപാട് നദികളിലെ ഈ ഉപദ്വീപീയ പീഠഭൂമിയിൽ നിന്ന് എന്ത് ചെയ്യുന്നുണ്ട്, ഒരുപാട് നദികളൊക്കെ ഉത്ഭവിക്കുന്നുണ്ട്. ഓക്കെ, ഇവിടെ നിന്ന് ഒരുപാട് നദികൾ ഉത്ഭവിക്കുന്നുണ്ട്. ക്ലിയർ അല്ലേ. അവിടുന്ന് കുറെ ഒന്ന് ഇങ്ങോട്ട് പോകുന്നുണ്ടാവും, അതുപോലെ കുറെ എണ്ണം എന്ത് ചെയ്യുന്നുണ്ടാവും, അധികം എങ്ങോട്ട് പോകും അല്ലെ, ഇങ്ങോട്ടേക്ക് ഇങ്ങനെ പോകും. അപ്പൊ നദി പതിക്കാനാവുമ്പോഴേക്കും എവിടേക്കാ പോയി പതിക്കുന്നത്, ബംഗാൾ ഉൾക്കടലിലാണ്. അപ്പൊ അത് പതിക്കാനാവുമ്പോ എന്ത് ചെയ്യുന്നു, ചെറുതായിട്ട് ഇങ്ങനെ എന്ത് ചെയ്യുന്നു, പിരിഞ്ഞു പോകും. ഓക്കെ, അങ്ങനെ ഇവിടെ പിരിഞ്ഞു പോകുമ്പോൾ ഇവിടെ എന്ത് ചെയ്യുന്നു, ഇവിടെ ഒരു ഭൂരൂപ അല്ലെ, ഇവിടെ നദി ഇങ്ങനെ ഒഴുകി വരികയാണ്. അപ്പൊ നദീന്റെ കൂടെ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ, നദി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്,
ഒരുപാട് വേസ്റ്റ് ഒക്കെ അടങ്ങിയിട്ടാവും വരിക. അതായത് കുറേ കല്ലും മണ്ണും ചെളിയൊക്കെ ഇതിന്റെ കൂടെ ഉണ്ടാവും. അപ്പൊ ഇവർ ഇവിടെ പതിക്കാനാവുന്ന സമയത്ത് എന്താവും, ഇവിടെ സ്ലോ ആവും അല്ലെ. അപ്പൊ ഇവിടെ വെച്ചിട്ട് എന്ത് ചെയ്യുന്നു, ഇവര് കൊണ്ടുവരുന്ന സാധനങ്ങളൊക്കെ ഇവിടെ കൊണ്ടുപോയിട്ട് അങ്ങ് നിക്ഷേപിക്കും. ഓക്കെ, ഈ നിക്ഷേപണ ഫലമായിട്ടില്ലേ ഇവിടെ ഓരോരോ ഭൂരൂപങ്ങൾ സൃഷ്ടിക്കപ്പെടും. ഓക്കെ, ഈ ഭൂരൂപങ്ങൾക്ക് എന്താകൃതിയായിരിക്കും, ത്രികോണാകൃതിയായിരിക്കും. ക്ലിയർ അല്ലേ? അപ്പൊ ഇവിടെ ഇങ്ങോട്ട് കൊണ്ടുവരുന്ന ഭൂരൂപങ്ങൾ എന്തായിരിക്കും, ഇവിടെ വന്നിട്ട് നിക്ഷേപിക്കില്ലേ. അതായത് ഭൂരൂപങ്ങളല്ല, ഇവർ കൊണ്ടുവരുന്ന വേസ്റ്റ് അടങ്ങിയ വെള്ളല്ലേ, ഈ വേസ്റ്റ് ഒക്കെ ഇവിടെ അങ്ങോട്ട് നിക്ഷേപിക്കും. അവിടെ എന്താവുന്നു, ഒരു ഭൂരൂപമായിട്ട് രൂപപ്പെടും. അതിനെന്താകൃതിയായിരിക്കും, ത്രികോണാകൃതിയായിരിക്കും. ആ ഒരു ഭൂരൂപത്തെയാണ് എന്ത് പറയുന്നത്, ഡെൽറ്റകൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ ഡെൽറ്റകളൊക്കെ കാണപ്പെടുന്നത് ഏത് ഭാഗം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പടിഞ്ഞാറൻ തീരസമതലമാണ് കേട്ടോ. സോറി, കിഴക്കൻ തീരസമതലമാണ്, ഓർത്ത് വെക്കുക. എന്നാൽ കായലുകളും അഴിമുഖങ്ങളും കാണപ്പെടുന്നത് എവിടെയാണ്, നമ്മുടെ പടിഞ്ഞാറൻ തീരസമതലത്തോണ് കേട്ടോ. അപ്പൊ അതൊന്നും മനസ്സിലാക്കി വെക്കുക. ഇപ്പൊ നമ്മൾ മുന്നോട്ട് പറഞ്ഞ കാര്യം ഒന്നുകൂടി പറയാം. അല്ലെ, ഇവിടെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, പടിഞ്ഞാറൻ തീരസമതലത്തിന് എന്താണ് വീതി കിഴക്കൻ തീരസമതലത്തെ അപേക്ഷിച്ചിട്ട് കുറവാണല്ലേ. നമ്മൾ കണ്ടുല്ലേ, ഏത് ഭാഗത്താണ് വീതി കൂടുതലുള്ളത്, കിഴക്കൻ തീരസമതലത്തിനാണ് വീതി കൂടുതലുള്ളത്. ഓക്കെ, ഈ സമതലത്തിന്റെ ഭാഗമായ കേരള തീരത്ത് നിരവധി കായലുകളുണ്ട് അല്ലെ. അപ്പൊ നമ്മുടെ ഭാഗം ഏതാണ്, പടിഞ്ഞാറൻ തീരസമതലമാണ് അല്ലെ. അപ്പൊ അവിടെയാണ് എന്ത് കാണപ്പെടുന്നത്, കായലുകളും അഴിമുഖങ്ങളും ഒക്കെ കാണപ്പെടുന്നത്. ഇവിടെ പ്രധാനമായിട്ടുള്ള കൃഷി എന്താണ്, നെല്ല്, തെങ്ങ്, അതൊക്കെയാണ് പ്രധാനമായിട്ടും എന്ത് കാണപ്പെടുന്നത്, നമ്മുടെ പടിഞ്ഞാറൻ തീരത്ത് കൃഷി ചെയ്യുന്നത്. അതും കൂടി എന്ത് ചെയ്യാം, മനസ്സിലാക്കുക. ഓക്കെ, ഇനി നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നമ്മുടെ ഇന്ത്യയിലെ പ്രധാന നദികളും അത് പതിക്കുന്നത് ഏത് ഭാഗത്തോട്ടാണെന്നൊക്കെ നോക്കുന്നത്. അവിടെ ഒരു പിക്ചറിൽ കൊടുത്തിട്ടുണ്ട് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ. ഓക്കെ, ഇവിടെ അല്ലേ മുകളിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ സിന്ധു ഉണ്ട്, അതുപോലെ ലൂണി, അതുപോലെ നർമ്മദ, താപ്തി, അതുപോലെ നമ്മുടെ പെരിയാർ അല്ലെ. ഈ ഭാഗത്തേക്ക് വരുന്ന ഈ നദികളൊക്കെ പോയി വന്ന് പതിക്കുന്നത് എവിടെയാണ്, നമ്മുടെ അറബിക്കടലിലാണ്. ഓക്കെ, അപ്പൊ നമ്മളെ പെരിയാർ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നില്ലേ, കേരളവുമായി ബന്ധപ്പെട്ടിട്ട് പെരിയാർ പതിക്കുന്നത് വേമ്പനാട്ട് കായലിൽ പതിച്ചിട്ട് പിന്നീട് എങ്ങോട്ടേക്ക് പോകുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എവിടെ, അറബിക്കടലിലോട്ട് പോകും. ഓക്കെ, ക്ലിയർ അല്ലേ? അതുപോലെ തന്നെയാണല്ലേ നർമ്മദ, താപ്തി അല്ലെ. നമ്മുടെ ഉപദ്വീപീയ പീഠഭൂമിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നർമ്മദയും താപ്തിയും എങ്ങോട്ടേക്കാണ് പോകുന്നത്, നമ്മുടെ അറബിക്കടലിലാണ് വന്ന് പതിക്കുന്നത്. അതുപോലെ ലൂണി, അതുപോലെ സിന്ധു, ഇതൊക്കെ വന്ന് പതിക്കുന്നത് എവിടെയാണ്, നമ്മുടെ അറബിക്കടലിലാണ്. എന്നാലല്ലേ നമ്മുടെ പ്രധാനപ്പെട്ടിട്ടുള്ളത് ബാക്കിയുള്ള മഹാനദി, ഗോദാവരി, കൃഷ്ണ, കാവേരി, അതൊക്കെ എവിടെയാണ് പതിക്കുന്നത് ചോദിച്ചാൽ എവിടെയാണ്, നമ്മുടെ ബംഗാൾ ഉൾക്കടലിലാണ് പതിക്കുന്നത്. ഓക്കെ, അതും കൂടി മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഏതൊക്കെയാണ് മഹാനദി, ഗോദാവരി, കൃഷ്ണ, കാവേരി ഒക്കെ പതിക്കുന്നത് എവിടെയാണ്, ബംഗാൾ ഉൾക്കടലിലാണ്. എന്നാൽ സിന്ധു, അതുപോലെ ലൂണി, പിന്നെ നർമ്മദ, താപ്തി, അതൊക്കെ പതിക്കുന്നത് എവിടെയാണ്, നമ്മുടെ അറബിക്കടലിലാണ്. പിന്നെ ഏതാണ് നമ്മുടെ കേരളത്തിൽ നിന്നല്ലേ പെരിയാറും എവിടേക്കാണ് പോകുന്നത്, അറബിക്കടലിലോട്ടാണ്. അതും കൂടി എന്ത് ചെയ്യാം, മനസ്സിലാക്കി വെക്കുക. ഇനി നമുക്ക് അടുത്തൊരു ഭാഗം എന്ന് പറഞ്ഞാൽ മണ്ണിനത്തെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഓക്കെ, ഇവിടെ പിക്ചറിൽ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ആദ്യം പിക്ചർ നോക്കിയിട്ട് എന്ത് ചെയ്യാം, നമുക്ക് കാര്യങ്ങൾ നോക്കാം അല്ലെ. ഇവിടെ ആദ്യം തന്നെ നമുക്ക് പച്ച കളറിൽ കാണുന്നുണ്ടല്ലോ, ഇതാണ് എക്കൽ മണ്ണ് എന്ന് പറഞ്ഞത്. ഓക്കെ, എക്കൽ മണ്ണ് അല്ലെ. അതായത് നമുക്ക് ഇവിടെ പച്ച കളറിലല്ലേ ധാരാളം കാണപ്പെടുന്നുണ്ട് അല്ലെ. അപ്പൊ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനം ഏതാണ്, എക്കൽ മണ്ണാണ് അല്ലെ. നമ്മൾ പറഞ്ഞു ആദ്യം തന്നെ നമ്മുടെ ഉത്തര മഹാസമുദ്രത്തിലൊക്കെ എന്താണ് കാണപ്പെടുന്നത്, എക്കൽ മണ്ണാണ്. പിന്നല്ലേ വേറെ മറ്റു സംസ്ഥാനങ്ങളിലൊക്കെ കുറേശ്ശെ എന്തുണ്ട്, ഈ എക്കൽ മണ്ണ് കാണുന്നുണ്ട് അല്ലെ. ഇവിടെ നിന്നൊക്കെ ഇങ്ങോട്ട് വരുന്നുണ്ട്, എക്കൽ മണ്ണ് കാണപ്പെടുന്നുണ്ട് അല്ലെ. പിന്നല്ലേ കറുത്ത മണ്ണ് അല്ലെ, കറുത്ത മണ്ണ് നമുക്ക് പഠിച്ചിട്ടുണ്ട് എവിടെയാണ്, നമ്മുടെ ഉപദ്വീപീയ പീഠഭൂമിയിലെ ലാവൊക്കെ തണുത്തുറഞ്ഞിട്ടാണ് എന്തുണ്ടാവുന്നത് അല്ലെ. ഈ ഒരു ഡെക്കാൻ പീഠഭൂമിയിലെ അത് എന്തായിരുന്നു, ലാവ പൊടിഞ്ഞിട്ട് എന്തുണ്ടാവുന്നു, ഈ ഒരു കറുത്ത മണ്ണ് ഉണ്ടാവുന്നു എന്നൊക്കെ പറഞ്ഞല്ലേ. അപ്പൊ അതൊക്കെ ഏത് ഭാഗത്താന്നൊക്കെ മനസ്സിലാക്കി വെക്കുക അല്ലെ. നമ്മുടെ ഉപദ്വീപീയ പീഠഭൂമിയൊക്കെ ഈ ഒരു ഭാഗത്താണ് കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഭാഗത്ത് കൂടുതൽ എന്താ കാണപ്പെടുന്നത്, കറുത്ത മണ്ണാണ്. ഓക്കെ, പിന്നെ മരുഭൂമി മണ്ണ് അല്ലെ, നമ്മൾ പഠിച്ചു അല്ലെ, ഈ ഒരു ഭാഗത്താണ് രാജസ്ഥാനൊക്കെ കിടക്കുന്നത് അല്ലെ. ഇപ്പൊ രാജസ്ഥാന്റെ ഭാഗത്തൊക്കെ എന്താണ്, മരുഭൂമി മണ്ണാണ് ഉള്ളത്. ഓക്കെ, പിന്നെ ലാറ്ററൈറ്റ് അല്ലെ, ഓറഞ്ച് കളറിൽ കാണപ്പെടുന്ന ലാറ്ററൈറ്റ് ഇവിടെ ഒക്കെ ഉണ്ട്, ഇടയിലൊക്കെ ലാറ്ററൈറ്റ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ പടിഞ്ഞാറല്ലേ ഈ ഒരു ഭാഗത്തോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഒക്കെ ലാറ്ററൈറ്റ് ആണ്. നമ്മൾ പറഞ്ഞല്ലേ കേരളത്തിൽ ഏറ്റവും ഇവിടെ ആര് കിടക്കുന്നുണ്ട്, നമ്മുടെ കേരളം കിടക്കുന്നുണ്ട് അല്ലെ. ഇവിടെ ആരുണ്ട്, കേരളം ഉണ്ട്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനും എന്താണ്, ലാറ്ററൈറ്റ് ആണ് അല്ലെ. ഇവിടെ ഓറഞ്ച് കളറിലാണ് ലാറ്ററൈറ്റ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ ഇത് മുതൽ ഇങ്ങോട്ടൊക്കെ ലാറ്ററൈറ്റ് ആണ്. അതുപോലെ അല്ലെ മറ്റുള്ള സംസ്ഥാനങ്ങളിൽ കുറേശ്ശെ എന്തുണ്ട്, ലാറ്ററൈറ്റ് ഉണ്ട്. ഓക്കെ, പിന്നെ പർവ്വത മണ്ണില്ലേ എവിടെയായിരിക്കും പർവ്വതം അല്ലെ, ഈ മുകളിലോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ ഇവിടെ ഒക്കെ എന്താണ്, പർവ്വത മണ്ണാണ്. അതും കൂടി ഒന്ന് മനസ്സിലാക്കി വെക്കുക, പർവ്വത മണ്ണ്. പിന്നെ ചെമ്മണ്ണ് അല്ലെ, ചെമ്മണ്ണും കൂടി ഉണ്ട്. അപ്പൊ അതും ഏതൊക്കെ ഭാഗത്താന്നും കൂടി നോക്കി വെക്കുക. അതിന്റെ നമുക്ക് ആവശ്യമില്ല, സംസ്ഥാനങ്ങളൊക്കെ ഏതൊക്കെയാണെന്ന് പഠിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ ഇന്ത്യയിലും കേരളത്തിലും ഉള്ളത് ഏതാന്നൊക്കെ മനസ്സിലാക്കി വെക്കുക. കേരളത്തിലാണെങ്കിൽ ഏറ്റവും കൂടുതൽ ലാറ്ററൈറ്റും, അതുപോലെ ഇന്ത്യയിലാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഉള്ളത് എക്കൽ മണ്ണാന്നും കൂടി മനസ്സിലാക്കി വെക്കുക കേട്ടോ. പിന്നെ മണ്ണുമായി ബന്ധപ്പെട്ടിട്ട് കുറച്ച് കാര്യങ്ങളുണ്ട്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്, ചോദിക്കാറുള്ളതാണ്. നമുക്ക് നോക്കാം.
ഉത്തരമഹാസമതലത്തിലെയും മറ്റു നദീതടങ്ങളിലെയും മണ്ണിനമായ എക്കൽ മണ്ണാണ് ഏറ്റവും ഫലപുഷ്ടമായത് അല്ലെ. നമ്മൾ പറഞ്ഞു എക്കൽ മണ്ണിന്റെ പ്രത്യേകത പറഞ്ഞില്ലേ, എന്തുകൊണ്ടാണ് അവിടെ ധാരാളം കൃഷി ചെയ്യുന്നത് അല്ലെ. ഈ ഉത്തര മഹാസമുദ്രത്തിൽ എന്തുകൊണ്ടാണ് ധാരാളം കൃഷി ചെയ്യുന്നത്? അവിടെ എക്കൽ മണ്ണാണ് അല്ലെ. എക്കൽ മണ്ണിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ഫലപുഷ്ടി കൂടുതലുള്ള മണ്ണാണ്. ഓക്കെ, അപ്പൊ ഫലപുഷ്ടി കൂടുതലുള്ള മണ്ണാണ് എക്കൽ മണ്ണ്. അതുകൊണ്ടാണ് അവിടെ ധാരാളമായിട്ട് നമുക്ക് കൃഷി ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, പിന്നല്ലേ ഉപദ്വീപീയ പീഠഭൂമിയിലോട്ട് വന്നു കഴിഞ്ഞാൽ അവിടെ എന്താണ് കാണപ്പെടുന്നത്? കറുത്ത മണ്ണാണ് അല്ലെ. കറുത്ത മണ്ണ് അല്ലെ, നമ്മുടെ പരുത്തി കൃഷിക്ക് ഏറ്റവും അനുയോജ്യം ഏതാണ്? കറുത്ത മണ്ണാണ്. അതുപോലെ തന്നെ കരിമ്പ് കൃഷിക്കും എന്താണ്? കറുത്ത മണ്ണാണ് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത്. ഓക്കെ, പിന്നെ അവിടെ തന്നെ നമ്മുടെ പീഠഭൂമിയിൽ തന്നെ കാണപ്പെടുന്ന മറ്റു മണ്ണുകളാണ് ചെമ്മണ്ണും ലാറ്ററൈറ്റും എവിടെ കാണപ്പെടുന്നുണ്ട്? നമ്മുടെ പീഠഭൂമിയിൽ കാണപ്പെടുന്നുണ്ട്. അതൊന്നുകൂടി ഓർത്ത് വെക്കുക. പക്ഷെ ഏറ്റവും കൂടുതൽ എന്താണ്? കറുത്ത മണ്ണാണ് അല്ലെ. ഇവയ്ക്ക് നമ്മുടെ ചെമ്മണ്ണും ലാറ്ററൈറ്റിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവയ്ക്ക് എന്താണ്? ഫലപുഷ്ടിത കുറവായിരിക്കും. ഓക്കെ, പക്ഷെ എന്താ ചെയ്യാം, നമുക്ക് വളമൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ അതിനെന്ത് ചെയ്യും? നമുക്ക് കൃഷിയൊക്കെ ചെയ്യാനായിട്ട് പറ്റും ചെയ്യും. നമ്മുടെ കേരളത്തിലൊക്കെ എന്താണുള്ളത്? ലാറ്ററൈറ്റ് ആണ് അല്ലെ. ഇവയ്ക്ക് എന്താണ്? ലാറ്ററൈറ്റിനൊക്കെ എന്താണ്? ഫലപുഷ്ടിത കുറവാണ്. പക്ഷെ എന്ത് ചെയ്യാം, നമ്മൾ വളം കൂടി ചേർത്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യാം? നമുക്ക് നന്നായിട്ട് കൃഷി ചെയ്യാനൊക്കെ പറ്റും. അപ്പൊ അത് മനസ്സിലാക്കുക. ഫലപുഷ്ടിത കൂടുതലുള്ളത് ഏതിനാണ്? എക്കൽ മണ്ണിനാണ്. ഓക്കെ, അടുത്തത് നമ്മൾ പറയുന്നത് ഏതാണ്? പർവ്വത മണ്ണിനെ പറ്റി പറയുന്നുണ്ട് അല്ലെ. പർവ്വത മണ്ണിലെ നമ്മൾ പറഞ്ഞു എവിടെയാണ് പർവ്വത മണ്ണുള്ളത്. ഈ പർവ്വത മണ്ണിന്റെ പ്രത്യേകത എന്താണ് അല്ലെ? ഇവിടെ ഈ പർവ്വത മണ്ണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ജൈവാംശം കൂടുതലുള്ള മണ്ണാണ് കേട്ടോ. അത് ചോദിക്കാറുണ്ട്, പഠിച്ചു വെച്ചേക്കുക. ഏതാണ് ജൈവാംശം കൂടുതലുള്ള മണ്ണ്? ഏതാണ് ചോദിച്ചാൽ ഏതാണത്? ഏതാണ്? പർവ്വത മണ്ണാണ് കേട്ടോ. ഏതാണ്? പർവ്വത മണ്ണാണ്. അപ്പൊ പർവ്വത പ്രദേശങ്ങളിൽ കാണപ്പെടുന്ന മണ്ണാണ് ഇത് പർവ്വത മണ്ണ്. അതിനെന്തായിരിക്കും? ജൈവാംശം കൂടുതലായിരിക്കും അല്ലെ. ജൈവാംശം കൂടുതലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ അല്ലെ ആ ഒരു ഭാഗത്ത് കൃഷി ചെയ്യുന്ന ഏതൊക്കെയാണെന്ന് നമ്മൾ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ. ഉത്തരപർവ്വത മേഖലയിലൊക്കെ ഏതാ കാണപ്പെടുന്നത്? ഈ ഒരു പർവ്വത മണ്ണാണ്. ഓക്കെ, അപ്പൊ നമ്മൾ പ്രധാന മണ്ണിനങ്ങൾ ഏതൊക്കെയാ പറഞ്ഞത്? ഒന്ന് പറഞ്ഞു എക്കൽ മണ്ണ്, ഫലപുഷ്ടിത കൂടുതലാണ്. പിന്നെ പറഞ്ഞത് ഏതാണ്? ലാറ്ററൈറ്റ്. അതുപോലെ ലാറ്ററൈറ്റ് പറഞ്ഞു അല്ലേ. ലാറ്ററൈറ്റും അതുപോലെ ചെമ്മണ്ണിനൊക്കെ എന്താണ്? ഫലപുഷ്ടിത കുറവാണ്. പക്ഷെ എന്ത് ചെയ്യാം, നമുക്ക് വളമൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ അവിടെ എന്താ കൃഷിക്ക് അനുയോജ്യവുമാണ്. പിന്നെ അല്ലേ കറുത്ത മണ്ണ് പരുത്തി കൃഷിക്ക് അനുയോജ്യമാണ്. പിന്നെ പർവ്വത മണ്ണല്ലേ ജൈവാംശം കൂടുതലുള്ളത് ഏതിനാണ്? പർവ്വത മണ്ണാണ്. അപ്പൊ നിങ്ങൾക്ക് മാറിപ്പോവാൻ ചാൻസ് ഉള്ളത് എക്കൽ മണ്ണും അതുപോലെ പർവ്വത മണ്ണുമാണ്. അതായത് എക്കൽ മണ്ണിന് എന്താ ഉള്ളത്? ഫലപുഷ്ടിത കൂടുതലാണ് കേട്ടോ. ഫലപുഷ്ടി കൂടുതൽ എക്കൽ മണ്ണും, ജൈവാംശം കൂടുതൽ ഏതാണ്? പർവ്വത മണ്ണാണ്. അപ്പൊ അത് തമ്മിൽ മാറരുത്. ഓക്കെ, ഇനി നമുക്ക് കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട് നമ്മളിപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ റിപ്പീറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് അല്ലെ. നമുക്കറിയാം പ്രധാന 3 കാലാവസ്ഥയുള്ളത് അല്ലെ. ഉഷ്ണകാലം വരുന്നുണ്ട്, അത് കഴിഞ്ഞിട്ട് അല്ലെ നമ്മുടെ മഴക്കാലം വരുന്നുണ്ട്, പിന്നെ ശൈത്യകാലം വരുന്നുണ്ട്. ഓക്കെ, ഇതൊക്കെ നമുക്ക് അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഏതൊക്കെ മാസം നമ്മൾ റിപ്പീറ്റ് ചെയ്ത് വീണ്ടും പറയണ്ടല്ലോ അല്ലെ. മാർച്ച് മുതൽ മെയ് വരെയാണല്ലേ നമ്മുടെ ഉഷ്ണകാലം എന്ന് പറയുന്നത്. പിന്നെ മെയ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ജൂൺ മുതൽ അല്ലേ ഒക്ടോബർ നവംബർ വരെ നമുക്ക് എന്താണ്? മഴക്കാലമാണ്. പിന്നീട് വരുന്നല്ലേ ഡിസംബർ മുതൽ ഫെബ്രുവരി വരെ എന്താണ്? ശൈത്യകാലമാണ്. ഇതൊക്കെയാണ് ഇവിടെ പറയുന്നുള്ളൂ. ഇത്രയും കാര്യങ്ങൾ അവർ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് കേട്ടോ പറയുന്നത്. നമ്മുടെ മഴക്കാലം നമ്മൾ പറഞ്ഞ കാര്യമാണ്. ഓക്കെ, ഇവിടെ നമ്മളൊരു കാര്യം കൂടി പറയേണ്ടതുണ്ട് അല്ലെ. ഒരു ബോക്സിലെ മേഘാലയത്തിലെ ഗാസി കുന്നുകളുടെ തെക്കേ ചെരുവിൽ സ്ഥിതി ചെയ്യുന്ന ഗ്രാമമാണ് ചിറാപുഞ്ചിലെ. അപ്പൊ ചിറാപുഞ്ചി എവിടെ സ്ഥിതി ചെയ്യുന്നത്? ചിറാപുഞ്ചി ഏത് ഭാഗത്താണ്? നമ്മുടെ മേഘാലയയിലാണ് കേട്ടോ. അപ്പൊ അത് ഓർത്ത് വെക്കുക. ഗാസി കുന്നുകളുടെ തെക്കേ ചെരുവിലാണ് എന്ത് സ്ഥിതി ചെയ്യുന്നത്? ചിറാപുഞ്ചി. ലോകത്തിലെ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശം പക്ഷെ ഇപ്പൊ അതേതാണ്? മൗസിൻഡ്രാം ആണ് കേട്ടോ. മേഘാലയത്തിലെ വേറൊരു സ്ഥലമാണ് ഏത്? മൗസിൻഡ്രാം. ഓക്കെ, ഏതാണ്? മൗസിൻഡ്രാം ആണ് കേട്ടോ. മൗസിൻഡ്രാം ആണ്. മൗസിൻഡ്രാം ആണ് എന്തെന്ന് പറയുന്നത് അല്ലെ. ലോകത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശം എന്ന് പറയുന്നത് അതെവിടെയാണ്? നമ്മുടെ മേഘാലയയിൽ തന്നെയാണ് കേട്ടോ. അപ്പൊ മുമ്പൊക്കെ ഏതായിരുന്നു? ചിറാപുഞ്ചി ആയിരുന്നു. ഇനി ചിറാപുഞ്ചിയുടെ വേറൊരു പേരാണ് സൊഹറ എന്നും ഒരു പേരിലും കൂടി അറിയപ്പെടുന്നുണ്ട് കേട്ടോ. അതും കൂടി മനസ്സിലാക്കി വെക്കുക. അപ്പം ലോകത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? മൗസിൻഡ്രാം ആണ് അല്ലെ. എവിടെയാണത്? മേഘാലയ. അതും കൂടി ഓർത്ത് വെക്കുക. മേഘാലയയിലാണ് കേട്ടോ ഈ മൗസിൻഡ്രാം ഉള്ളത്. പിന്നെ ചിറാപുഞ്ചി ആയിരുന്നു മുമ്പൊക്കെ. ചിറാപുഞ്ചിയുടെ മറ്റൊരു പേരാണ് ഏതാ? സൊഹറ എന്ന് പറയുന്നതും. ഓക്കെ, പിന്നെ നമുക്ക് പഠിക്കാനുള്ളത് നമ്മുടെ പ്രധാന നൈസർഗിക സസ്യജാലങ്ങളെ പറ്റിയിട്ടാണ്. അല്ലെ നമുക്ക് ഓരോ ഭാഗത്തുള്ള നിത്യഹരിത വനങ്ങളൊക്കെ ഉണ്ട് അല്ലെ. അപ്പൊ അതെന്താന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അപ്പൊ ഫസ്റ്റ് വന്ന എന്താണ്? ഉഷ്ണമേഖല നിത്യഹരിത വനങ്ങളെ പറ്റിയിട്ടാണ് പറയുന്നത് അല്ലെ. എന്താണ്? ഉഷ്ണമേഖല നിത്യഹരിത വനങ്ങൾ അല്ലെ. നിത്യഹരിത വനങ്ങൾ അല്ലെ. ആ പേര് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും അതെന്താണ്? നിത്യഹരിത വനങ്ങളാണ് അല്ലെ. അധികം എന്താണ് ജനങ്ങളുടെ ജനവാസമൊന്നും ഇല്ലാത്ത നല്ല നിബിഡ വനങ്ങളായിരിക്കും അത് അല്ലെ. അവിടെ എന്തായിരിക്കും? വാർഷിക വർഷപാതം മഴയൊക്കെ എങ്ങനെയായിരിക്കും? ധാരാളമായിരിക്കും അല്ലെ. അവിടെയാണല്ലേ നിത്യഹരിത സസ്യജാലങ്ങളൊക്കെ കാണപ്പെടുന്നത്. എവിടെയായിരിക്കും? ഈ ഒരു നിത്യഹരിത വനങ്ങളിലായിരിക്കും അല്ലെ. നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും അല്ലെ. അതൊരു എന്താണ് അല്ലെ? നിത്യഹരിത വനങ്ങളാണ് അല്ലെ. അവിടെ ധാരാളം മഴയൊക്കെ ലഭിക്കുന്ന ഒരു പ്രദേശമായിരിക്കും. ഇവിടെയാണല്ലേ പ്രധാനപ്പെട്ടുള്ള
സിംഹവാലൻ, കുരങ്ങ്, പലതരം പാമ്പുകളൊക്കെ ഇവിടെയൊക്കെ കാണും അല്ലെ. നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവൂലേ, പലതരം മൃഗങ്ങൾ ഇവിടെ ഉണ്ടായിരിക്കും അല്ലെ. ധാരാളം പാമ്പുകൾ, അതുപോലെ വിവിധ ഇനം ഷഡ്പദങ്ങളൊക്കെ കാണപ്പെടുന്നതൊക്കെ ഏത് ഭാഗത്തായിരിക്കും? ഇങ്ങനത്തെ നിത്യഹരിത വനങ്ങളിലായിരിക്കും. ഓക്കെ, അതുപോലെ തന്നെയാണ് പ്രധാനപ്പെട്ട ഒന്നാണ് ഇവിടെ അറ്റ്ലസ് മോത്ത് അല്ലെ. അതായത് ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ നിശാശലഭം എന്ന് പറയുന്നതാണ് ഏത്? നമ്മുടെ അറ്റ്ലസ് മോത്ത് കേട്ടോ. അപ്പൊ അറ്റ്ലസ് മോത്ത് എന്താന്ന് പഠിച്ചു വെച്ചേക്ക്. എന്താണ് ലോകത്തിലെ ഏറ്റവും വലിയ നിശാശലഭം? അതാണ് എന്ത്? അറ്റ്ലസ് മോത്ത് എന്ന് പറയുന്നത്. അത് കാണപ്പെടുന്നതും എവിടെയാണ്? ഈ ഉഷ്ണമേഖല നിത്യഹരിത വനത്തിലാണ് കേട്ടോ. അപ്പൊ അതും കൂടി മനസ്സിലാക്കി വെക്കുക. അപ്പൊ നിത്യഹരിത വനം അല്ലെ, ആ ഒരു വേർഡാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. നിത്യഹരിത വനമാണ്. അവിടെ എന്തായിരിക്കും? അവിടെ ധാരാളം മഴ ലഭിക്കുന്ന പ്രദേശമായിരിക്കും. അവിടെ എന്താണ് അല്ലെ, നമ്മുടെ ധാരാളം പാമ്പുകളും പലതരം ഷഡ്പദങ്ങളും പിന്നെ എന്താണ് അറ്റ്ലസ് മോത്തൊക്കെ കാണപ്പെടുന്നത് എവിടെയാണ്? ഈ ഒരു ഉഷ്ണമേഖല നിത്യഹരിത വനത്തിലായിരിക്കും. അടുത്തതാണ് ഇലപൊഴിയും കാടുകൾ അല്ലെ. ഇലപൊഴിയും കാടുകൾ. ആ പിക്ചർ കണ്ടാൽ തന്നെ മനസ്സിലാവൂലേ, ഇലപൊഴിയും കാടുകൾ. ഇവിടെ കുറച്ചൊരു എന്താണ് ഒരു ചെറുതായിട്ടൊരു വരൾച്ചുള്ള പോലെ നമുക്ക് ഫീൽ ചെയ്യും അല്ലെ. ഇവിടെ എന്താണ് വളരെ മഴ എങ്ങനെയൊക്കെയും കാലികമായി മാത്രമേ മഴ ലഭിക്കുകയുള്ളൂ അല്ലെ. വളരെ കുറച്ച് മാത്രമേ മഴ ലഭിക്കുകയുള്ളൂ. ഇവിടെ അല്ലെ പ്രധാനമായിട്ടല്ലേ നമ്മുടെ ആന, അതുപോലെ മാന്, പുലി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉള്ളത് ഈ ഒരു ഭാഗത്തായിരിക്കും, ഇലപൊഴിയും കാടുകളിലായിരിക്കും. ഓക്കെ, അടുത്തത് മുൾച്ചെടികളും കുറ്റിക്കാടുകളും അല്ലെ. നമുക്കറിയാം മുൾച്ചെടി എന്ന് പറഞ്ഞാൽ കുറ്റിക്കാട് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ എപ്പോഴും എങ്ങോട്ടാ പോവാ അല്ലെ? നമ്മുടെ മരുഭൂമിയുമായി ബന്ധപ്പെട്ടിട്ടാണ് അല്ലെ. അതായത് നമ്മുടെ രാജസ്ഥാൻ മരുഭൂമിയിലും അതുപോലെ ഉപദ്വീപിന്റെ മറ്റ് ഭാഗങ്ങളിലൊക്കെ കാണപ്പെടുന്നതാണ് എന്ത്? മുൾച്ചെടികളും കുറ്റിക്കാടുകളും അല്ലെ. ഇവിടെ എങ്ങനെയായിരിക്കും മഴ എന്ന് പറഞ്ഞാല്? മഴ നമ്മൾ പറഞ്ഞില്ലേ, മരുഭൂമിയിലൊക്കെ എങ്ങനെയായിരിക്കും മഴ എന്ന് പറഞ്ഞാല്? അവിടെ മഴ കുറവായിരിക്കും. ഓക്കെ, അവിടെ പ്രധാനമായിട്ട് എന്തൊക്കെ കാണാം? ഒട്ടകം, കഴുകൻ, പരുന്ത്, അതൊക്കെയാണ് ഇവിടെ പ്രധാനമായിട്ട് കാണപ്പെടുക. ഓക്കെ, പിന്നെ അടുത്തത് കണ്ടൽക്കാടുകളെ പറ്റിയിട്ടാണ് പറയുന്നത്. കണ്ടൽക്കാടിലെ നമ്മൾ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. കണ്ടൽക്കാടുകളിലെ എന്താണ്? ഉപ്പുരസമുള്ള മണ്ണിൽ വളരുന്ന ഒരു തരം പ്രത്യേക തരം സസ്യജാലങ്ങളാണ് എന്ത്? കണ്ടൽക്കാടുകൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എന്താണ് കണ്ടൽക്കാടുകൾ എന്ന് പറഞ്ഞാൽ? ഉപ്പുരസമുള്ള മണ്ണിൽ വളരുന്ന പ്രത്യേക തരം സസ്യജാലങ്ങളാണ്. ഓക്കെ, ഇപ്പൊ ഈ ഒരു കണ്ടൽക്കാട് നട്ട് പിടിപ്പിക്കുന്നതിന്റെ ആവശ്യകത എന്തൊക്കെയാന്ന് ചോദിച്ചാൽ എന്താണ്? നമ്മൾ പറഞ്ഞില്ലേ, മണ്ണൊലിപ്പ് തടയാനായിട്ട് സഹായിക്കും, അതുപോലെ കരയിടിച്ചിലിനെ ചെറുക്കാന്, പിന്നെ എന്താണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് എന്ത്? ഈ ഒരു കണ്ടൽക്കാട്. അത് മാത്രമാണോ? അത് മാത്രമല്ല അല്ലെ. നമ്മുടെ ഓക്സിജൻ അല്ലെ, ധാരാളം ഓക്സിജൻ ഒക്കെ കിട്ടുന്നത് ഈ ഒരു കണ്ടൽക്കാടുകളിൽ നിന്നാണ്. അതുപോലെ തന്നെ പശ്ചിമ ബംഗാളിലെ കണ്ടൽക്കാടുകളാണ് ബംഗാൾ കടുവയുടെ ആവാസ കേന്ദ്രം എന്നൊക്കെ പറയുന്നത്. ഓക്കെ, അപ്പൊ അതൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക. അടുത്തത് പർവ്വത വനങ്ങളാണ് അല്ലെ. നമ്മൾ ഉത്തരപർവ്വത മേഖലയുമായി ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുണ്ട് അല്ലെ. ഇവിടെയാണ് പർവ്വത വനങ്ങളൊക്കെ കാണപ്പെടുന്നത്, ഈ ഒരു ഭാഗത്തായിരിക്കും. ഇവിടെ അല്ലെ ഉയരം കൂടിയ പ്രദേശങ്ങൾ കാണുന്ന സ്തൂപിക അല്ലെ. ഇവിടെ കാണപ്പെടുന്നത് എന്താണ്? ഉയരം കൂടിയ വൃക്ഷങ്ങൾ എങ്ങനെയായിരിക്കും? സ്തൂപിക ആകൃതിയിലായിരിക്കും അല്ലെ. സ്തൂപിക ആകൃതിയിലായിരിക്കും ഇവിടുത്തെ വൃക്ഷങ്ങളൊക്കെ ഉള്ളത്. അപ്പൊ ഇവിടെ പ്രധാനമായിട്ടുള്ള മൃഗങ്ങൾ ഏതൊക്കെയാ ചോദിച്ചാൽ ഏതാ? വരയാട്, ഹിമപ്പുലി, അതൊക്കെയാണ് പ്രധാനമായിട്ടുള്ള ഇവിടുത്തെ മൃഗങ്ങളെ. കസ്തൂരിമാന്, അതൊക്കെയാണ് ഇവിടെ കാണപ്പെടുന്നത്. ഓക്കെ, ജസ്റ്റ് ഇത് എന്ത് ചെയ്യുക? മനസ്സിലാക്കി വെക്കുക. അത്ര വലിയ ഇമ്പോർട്ടന്റ് അല്ല, എന്നാലും എന്ത് ചെയ്യുക? ആ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കുക. ഓരോ ഭാഗത്തുള്ള മൃഗങ്ങളോ അല്ലെങ്കിൽ അവിടെ എങ്ങനത്തേതാണെന്നൊക്കെ ഒന്ന് മനസ്സിലാക്കുക കേട്ടോ. അപ്പൊ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. എന്ത് ചെയ്യാം? അടുത്തൊരു ക്ലാസ് ഉടനെ ഉണ്ടാവുന്നതായിരിക്കും, ഇതിന്റെ ബാക്കി ഭാഗങ്ങൾ. അപ്പൊ എന്ത് ചെയ്യുക? നന്നായിട്ട് പഠിക്കാം. ഓക്കെ, താങ്ക് യു.